Good afternoon, everyone. Good afternoon. Thank you very much. Myself, Dr. Rashid Ghazali, as seen in the intro video. I'm into the field of education and consultancy for the last 10-15 years. Really, indeed, a matter of pleasure and privilege to be here to witness this great gathering, 113th conference of Mar Thoma students. And I'm really deeply awed to the president of this conference, my beloved friend and brother, dear Polachan, who has invited me to this gathering and who has given an opportunity to interact with such a brilliant the group of dynamic students who are representing from different states to this auspicious gathering. So it's a kind of a panel discussion where we both will be interacting you initially for a couple of minutes, and after that we will be having a Q&A, kind of an interactive session. And I hope the topic which has been selected for today's discussion is inspiration for self and aspiration for society. As the word itself reflects, it's a wonderful topic, it's an interesting topic. And I hope it will bring lot many interesting ideas and insights where everybody can really cherish and enrich their memories and thoughts in such a perspective to plan something very bigger for the society. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ഈ സെഷൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇൻസ്പിരേഷൻ ഫോർ സെൽഫ്, ആസ്പിരേഷൻ ഫോർ സൊസൈറ്റി, നമുക്ക് സമൂഹത്തോടുള്ള നമ്മുടെ പ്രചോദനം, നമ്മളോടുള്ള നമ്മുടെ ഒരു ഊർജം, അല്ലെങ്കിൽ വലിയ അർത്ഥത്തിലുള്ള ഒരു പ്രചോദനാത്മകമായ ചിന്ത, ഇത് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ആലോചനയാണ് ഈ പ്രോഗ്രാമിലൂടെ, ഈ സെഷനിലൂടെ അടുത്തൊരു മണിക്കൂർ സമയം നടക്കുന്നത്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിൻ്റെ പരിധിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പറഞ്ഞ് പങ്കുവെച്ച് ചുരുക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി, ഇനി വരാവുന്ന ദിവസങ്ങളിലുമെല്ലാം ഇവിടെ പ്രൗഢമായ സെഷനുകളും ഒട്ടേറെ തിങ്ക് ടാങ്കുകളും വലിയ ആലോചനകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു പ്രോഗ്രാമിൽ ഈ ഒരു വിഷയം ചർച്ചക്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഡിഗ്രി ചെയ്യുന്ന, PG ചെയ്യുന്ന വളരെ യങ്സ്റ്റേഴ്സായിട്ടുള്ള, സാധാരണ മലയാളത്തിൽ പലപ്പോഴും ആലങ്കാരികമായി സൂചിപ്പിച്ചാൽ ഉച്ചവെയിലിന് സമാനമായ തീപിടിച്ച ആശയങ്ങളുള്ള ഒരു പ്രായത്തിൽ, നമ്മുടെ ഈ പറയപ്പെടുന്ന യൂത്ത്ഹുഡിൻ്റെ ഏറ്റവും നിറമുള്ളൊരു സമയത്ത്, മാർ തോമാ സഭയുടെ ഏറ്റവും പ്രതീക്ഷയോടെ സംഘടിപ്പിക്കപ്പെടുന്ന ഈ അനുഗ്രഹീതമായൊരു കൂട്ടായ്മയിൽ ഒരുമിച്ച് കൂടാനും നാളെയെക്കുറിച്ച് ഇങ്ങനെയൊരു വിശേഷപ്പെട്ട ഒരു ചിന്ത പങ്കുവെക്കാനുമൊക്കെ അവസരമുണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആലോചിച്ചതും അതാണ്. ഒരു നന്മ, ഒരു വലിയ ഒരു നാളേക്ക് വേണ്ടിയുള്ള ഒരു നീക്കിയിരിപ്പ്, വളരെ പ്രചോദനാത്മകമായൊരു കാൽവെപ്പ് 113 വർഷങ്ങൾ താണ്ടി ഇപ്പോഴും വിജയകരമായി തുടരാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു കൂട്ടായ്മയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമുക്കറിയാം, ഒരു 10 വർഷമൊക്കെ ഒരു പ്രോഗ്രാം കൊണ്ടു നടക്കുന്നതിൻ്റെ അസൗകര്യം അല്ലെങ്കിൽ അസ്വസ്ഥത നമുക്കറിയാം. അവിടെയാണ് 113 വർഷങ്ങളിലെ വ്യത്യസ്തമായ ജനറേഷനെ കാണാൻ, അനുഭവങ്ങളെ കാണാൻ, തലമുറകളെ കാണാൻ വൈദികരുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു മനോഹരമായ കൂട്ടായ്മക്ക് അവസരമുണ്ടാകുന്നു. ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും അത് അതിൻ്റെ അതേ പ്രൗഢിയോടെ തുടരുന്നു എന്ന് പറയുന്നത് ഈ നന്മ തുടക്കം കുറിച്ച ആളുകളിൽ നിന്ന് ഇന്നോളം എത്തി നിൽക്കുന്ന ഈ വലിയ മാർ തോമാ സഭയുടെ ഒരു ദിഷണപരമായ ഒരു ലോങ് സൈറ്റോട് കൂടിയുള്ള ഇടപെടലിൻ്റെ കൂടി നിദർശനമാണ്. പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം 113 വർഷങ്ങളുടെ ഒരു യാത്ര നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കൂ. എത്ര തലമുറകൾ ഈ സ്റ്റുഡൻറ് കോൺഫറൻസിൻ്റെ ഭാഗമായി കടന്നു പോയിട്ടുണ്ടാവും. അവരിൽ പലരും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടാവാൻ പോലും സാധ്യതയില്ല. 90, 80, 60, 70 ഒക്കെ വർഷങ്ങൾക്കപ്പുറത്ത് ഇതുപോലൊരു മാർ തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിൽ പങ്കെടുത്ത പലരും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാലത്തിൽ ഇത്രയധികം ഒരു നൂറ്റാണ്ടിനപ്പുറത്തെ കഥ പറയുന്ന ഒരു മനോഹരമായ ഒരു കൂട്ടായ്മക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുമ്പോൾ, അതിൻ്റെ പുതിയ തലമുറയുടെ കണ്ണിയാകാൻ കഴിയുമ്പോൾ, ഈ ആസ്പിരേഷൻ ഫോർ സെൽഫ്, അല്ലെങ്കിൽ ഒരു ഇൻസ്പിരേഷൻ ഫോർ സെൽഫ്, ആസ്പിരേഷൻ ഫോർ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് നമുക്കും സമൂഹത്തോടുമുള്ള കടപ്പാടിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഇങ്ങനെയൊരു ഗുണപരമായ വേദിയുടെ ഭാഗമാവുക എന്നത് തന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. അതെനിക്കും നിങ്ങൾക്കുമൊക്കെ ആ അർത്ഥത്തിലൊരു വലിയ ഒരു ദൈവികമായ നന്മയാണ്, അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം തലമുറ എന്ന് പറയുന്നത് തന്നെ ആ അർത്ഥത്തിൽ കാലങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൻ്റെ അടയാളമാണ്. തലമുറ എന്നത് ജനറേഷന് നമ്മൾ കൊടുക്കുന്ന മലയാളീകരണമാണ്. തലമുറ എന്ന് പറഞ്ഞാൽ തന്നെ 2 പദങ്ങൾ ചേർന്നതാണ്. വേർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് തല ആൻഡ് മുറ. ഇത് രണ്ടും ഉള്ളപ്പോഴാണ് നമ്മൾ തലമുറ എന്ന് വിളിക്കുക.
എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ തലമുറ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 50, 60, 70 വർഷം മുമ്പുള്ള നമ്മുടെ വല്യച്ഛന്മാരുടെ വല്യമ്മമാരുടെ ഒരു തലമുറ ഒരു കാലം എടുത്തു നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ പറയാവുന്ന ഒരു ഹൃദ്യമായ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ റിമൂവ് ദ പോഡിയം ആൻഡ് വിൽ കം ബാക്ക്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തലമുറയുടെ മുന്നിലേക്ക് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചിന്തിക്കാൻ പറ്റാവുന്ന ഒരു ഗുണപരമായ ഒരു ആലോചനയാണ് പഴയ കാലത്തെ തലമുറ. ഒരു 50 വർഷം മുമ്പ്, ഒരു 60 വർഷം മുമ്പ്, ഒരു നീണ്ട കാലം മുമ്പുള്ള ഒരു തലമുറയെ എടുത്തു നോക്കിയാൽ അവർക്ക് ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളില്ല, അവസരങ്ങളില്ല. സ്കൂളുകളോ കോളേജുകളോ അത്തരം സാധ്യതകളൊന്നും ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്നൊരു കാലമല്ല. പഠിക്കാൻ വലിയ സാഹചര്യങ്ങളില്ല. പഠിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും സാമ്പത്തികം അവർ അനുവദിക്കില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളൊക്കെ ഒരു തമാശക്ക് പറഞ്ഞാൽ ആ കാലഘട്ടത്തിന് തല കുറവും എന്നാൽ മുറ കൂടുതലുമുള്ള തലമുറയായിരുന്നു. കാരണം വിദ്യാഭ്യാസം കുറവാണ്, എഡ്യൂക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, അവസരങ്ങൾ കുറവാണ്. പക്ഷെ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ മുറയുണ്ടായിരുന്നു, മര്യാദയുണ്ടായിരുന്നു, മൂല്യമുണ്ടായിരുന്നു, സംസ്കാരമുണ്ടായിരുന്നു. എങ്ങനെ സമൂഹത്തോട്, മതത്തോട്, നാടിനോട്, പ്രകൃതിയോട്, പ്രപഞ്ചത്തോടൊക്കെയുള്ള കടമയെന്നാണ്, കടപ്പാടെന്നതിനെക്കുറിച്ച് നല്ല മുറയും മര്യാദയും മൊറാലിറ്റിയുമുള്ള ഒരു സമൂഹമായിരുന്നു. ആ കാലം കടന്ന് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ പിന്നീട് നമ്മൾ കണ്ടത് ആ തലമുറ തലയിൽ കുറവും എന്നാൽ ഒരു അർത്ഥത്തിൽ ഒരു മൂല്യം കൂടുതലുമുള്ള ഒരു തലമുറ വളർന്നു വന്നപ്പോൾ അവരുടെ ശേഷം വന്ന മക്കളിൽ അവർ ആഗ്രഹിച്ചൊരു നന്മ, ഞങ്ങൾക്കില്ലാത്തത് ഞങ്ങളെ കുട്ടികൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഞങ്ങളുടെ തലമുറകൾക്ക്, വരുന്ന തലമുറക്ക് ഉണ്ടാവണമെന്നുള്ളതാണ്. അവരെ പഠിപ്പിച്ചു, അവർക്ക് വേണ്ടി സ്കൂളുകളും കോളേജുകളും തുടങ്ങി. അവരിൽ ഡോക്ടർമാരുണ്ടായി, എഞ്ചിനീയർമാരുണ്ടായി, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുണ്ടായി. അങ്ങനെ വിഭിന്ന മേഖലകളിൽ ശോഭിക്കുന്ന ഒട്ടേറെ പ്രതിഭകളുണ്ടായി. ആ പ്രതിഭകളൊക്കെ ലോകത്തെ ജയിക്കുകയും നയിക്കുകയും ചെയ്യുന്ന രീതിയിൽ വളരെ മനോഹരമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയപ്പോൾ ആ തലമുറയിൽ ആദ്യകാലത്തില്ലാതിരുന്ന തല നന്നായി കൂടി. പക്ഷേ ദൗർഭാഗ്യവശാൽ, അൺഫോർച്ചുനേറ്റ്ലി, വാട്ട് വി ഹവ് സീൻ ഇൻ ദാറ്റ് ജനറേഷൻ, ആ തലമുറയിൽ നമ്മൾ കണ്ടത് തല കൂടി വന്നപ്പോൾ ഏത് കുറഞ്ഞു? മുറ കുറഞ്ഞു, മര്യാദ കുറഞ്ഞു, വാല്യൂ കുറഞ്ഞു, മൂല്യം കുറഞ്ഞു. നമ്മൾ കേട്ടതാണ്, കേരളത്തിലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന മിടുമിടുക്കന്മാരായ 4 വിദ്യാർത്ഥികൾ അവരുടെ വൈവ കഴിഞ്ഞ് ഇറങ്ങിപ്പോണ സമയത്ത് അവർ അതുവരെ പഠിച്ച കമ്പ്യൂട്ടർ ലാബിൽ നിന്ന് 5 കമ്പ്യൂട്ടർ മോഷ്ടിച്ചെടുത്തിട്ടാണ് പുറത്തു പോയത്. എഡ്യൂക്കേഷൻ്റെ കുറവൊന്നുമല്ല, എഡ്യൂക്കേഷൻ കൂടി. പക്ഷേ അതിൻ്റെ മൊറാലിറ്റി, മൂല്യം എന്ന് പറയുന്നത് കുറഞ്ഞു പോയി. തല കൂടിയപ്പോൾ മുറ കുറഞ്ഞുപോയി. മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത തലമുറ വന്നു, സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത തലമുറ വന്നു, അധ്യാപകരോട് തീരെ കടപ്പാട് കാണിക്കാത്തൊരു കാലം വന്നു. അങ്ങനെ തല കൂടി മുറ കുറഞ്ഞൊരു തലമുറയെ നമ്മൾ കണ്ടു. ഇനി വരാൻ പോകുന്ന ഒരു കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ഈ 2 തലമുറയും കഴിഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജെൻസെഡും ആൽഫയും ബീറ്റയും ഒക്കെ നിൽക്കുന്ന ഒരു ജനറേഷനിലാണ്. കാലം മാറുകയാണ്. ജെൻസെഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപക്ഷെ ഇവിടെ കൂട്ടത്തിലിരിക്കുന്ന ആളുകളിൽ എത്ര പേരുണ്ടാവും എനിക്കറിയില്ല. 1997 മുതൽ 2012 വരെ ജീവിച്ച എത്ര പേരുണ്ട്? ആ കാലഘട്ടത്തിൽ ജനിച്ചവർ 97 to 2012. ഗുഡ്. ദിസ് ജനറേഷൻ ഈസ് ബീൻ കോൾഡ് ആസ് ജെൻസെഡ്. ജെൻസെഡ് എന്ന് വിളിക്കുന്നത് നമ്മളെക്കുറിച്ചാണ്. അതിനുശേഷം ഈ ഉള്ള ഒരു ജനറേഷനുകളെ കുറിച്ച് ആലോചിച്ച് നോക്ക്. 2012 മുതൽ 24 വരെയുള്ള കാലത്ത് ജനിച്ചവരാരെങ്കിലും ഉണ്ടോ? 2012, 2024 ആരുമില്ല. ഈ കാലത്ത് നമുക്ക് ശേഷം വന്ന ആ തലമുറയാണ് നമ്മൾ ആൽഫ ജനറേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ അവർക്കും ശേഷം വന്നുകൊണ്ടിരിക്കുന്ന ജനറേഷനെയാണ് നമ്മൾ ബീറ്റ ജനറേഷൻ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ജെൻസെഡിന് മുമ്പിലുള്ളൊരു തലമുറയെ കണ്ടവരാണ്, ജെൻസെഡിൽ ലോകത്തെ അനുഭവിച്ചവരാണ്, ആൽഫയിൽ ലോകത്തെ ആസ്വദിച്ചവരാണ്, ബീറ്റയിൽ ലോകത്തെ ആസ്വദിക്കാൻ പോകുന്നവരാണ്. ഇങ്ങനെ ലോകം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ തലമുറയിൽ തല കൂടിയ കാലത്ത്, എന്നാൽ ഈ ജെൻസെഡിലേക്കൊക്കെ കടന്നു വന്നപ്പോൾ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ പരാതി, ഏറ്റവും വലിയ പരിഭവം എന്ന് പറയുന്നത് മുറയും സംസ്കാരവും പറ്റ കുറഞ്ഞുപോയി. ഇനി വരാൻ പോണ ആൽഫയുടെ, ബീറ്റയുടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, റോബോട്ടിക്സിൻ്റെ, IoTയുടെ, ഓഗ്മെൻറ്റഡ് ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഒരു പുതിയ കാലത്ത് നമ്മൾ വരാൻ പോണ ഒരു പ്രശ്നം എന്താ പറയുക? നിങ്ങൾ ഒരൊറ്റ കാര്യം ലളിതമായി ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്നത്തെ വിദ്യാഭ്യാസ ചക്രം എടുത്തു നോക്കിയാൽ പഠിച്ചു നല്ല ഉയരങ്ങളിലെത്തി കരിയറിലേക്ക് മെച്ചപ്പെട്ട രീതിയിൽ പോകാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ആളുകളിൽ തന്നെ ഈ ഇൻസ്പിരേഷൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്ത കാലത്ത് കേരളത്തിൽ അറിയപ്പെട്ട ഒരു കോളേജിൽ ഒരു ഫസ്റ്റ് ഇയേഴ്സിന് നടത്തിയ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിന് പങ്കെടുത്തു. 800-ലധികം ബ്രില്യൻ്റ് ആയ കുട്ടികളാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അവിടുത്തെ കട്ട് ഓഫ് ആർട്സ് സബ്ജക്റ്റിൽ പോലും ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിൽ പോലും 98 ആണ്. 98% താഴെ മാർക്കുള്ള ഒരാൾക്ക് പോലും അവിടെ അഡ്മിഷൻ കിട്ടില്ല. അത്ര ബ്രില്യൻ്റായ, ട്രൂലി എക്സെപ്ഷണലായ, ടാലൻറ്റഡായ, ഗിഫ്റ്റഡായ സ്റ്റുഡൻസാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. ആ 700ഓളം വരുന്ന കൂട്ടുകാർ ഒരുമിച്ച് കൂടിയ സദസ്സിൽ വെച്ച് വൈൽ ബിഗിനിങ് മൈ സെഷൻ ഐ ആസ്ക്ഡ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. വളരെ ലളിതമായ ഒരു ചോദ്യം അവരോട് ചോദിച്ചു. ചോദ്യം ഇത്രയായിരുന്നു: നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ ചേർന്നിരിക്കുന്ന ഡിഗ്രി പഠനം പൂർത്തിയാക്കി പിരിഞ്ഞു പോകുമ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയുള്ളവരെന്ന് കൈവക്കുമെന്ന് ചോദിച്ചു.
മൈ ക്വസ്റ്റ്യൻ വാസ് വെരി വെരി സിമ്പിൾ. നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ഡിഗ്രി പഠനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയുള്ള, നന്നാവും മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷയുള്ള ആളുകൾ കൈവക്കാൻ പറഞ്ഞു. വളരെ സങ്കടകരമെന്ന് പറയട്ടെ, ഏറ്റവും ബ്രില്യൻ്റായ, ട്രൂലി എക്സെപ്ഷണലായ 98% മുകളിൽ മാർക്ക് വാങ്ങി ജയിച്ചു വന്ന, +2 ജയിച്ചു വന്ന മിടുമിടുക്കന്മാരും മിടുക്കുകളുമായ 800ഓളം വരുന്ന കൂട്ടുകാർക്കിടയിൽ 4-5 ആളുകൾ കൈപൊക്കി, ബാക്കിയുള്ളവരൊക്കെ കൈതാത്തി, ആരും പൊക്കിയില്ല. ഞാൻ കൈപൊക്കാത്ത ഒരാളോട് ചോദിച്ചു, എന്തുകൊണ്ട് അത്രയും മാർക്കും ഇത്രയും ബ്രില്യൻ്റായി ഇവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഒരു ബ്ലെസ്സിങ് ആണ്. അങ്ങനെ അഡ്മിഷൻ കിട്ടി അച്ചീവ്മെൻ്റ് ഉള്ള നിങ്ങൾ എന്തുകൊണ്ട് രക്ഷപ്പെടില്ല എന്ന് പറയണം. അതിൽ ആ കുട്ടി പറഞ്ഞു മറുപടി, നമ്മളെ നാട്ടിൽ പഠിച്ച് മെച്ചപ്പെട്ട കരിയറിൽ എത്തിയവർക്കൊന്നും ഇപ്പോൾ ജോലിയില്ല സർ. ആർക്കും ഉദ്ദേശിച്ച കരിയറിലേക്ക് എത്തിപ്പെടാനേ പറ്റുന്നില്ല. ആ രീതിയിലേക്ക് മെച്ചപ്പെടാനോ വളരാനുള്ള അവസരമേ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു കാലത്ത് ഞങ്ങൾ ഈ ഡിഗ്രി ചെയ്തതുകൊണ്ട് രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. ഇത് നമ്മുടെ പുതിയ കാലത്തെ തലമുറയുടെ ഒരു തിരിച്ചറിവാണ്. കാരണം ലോകത്ത് തന്നെ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണെന്നറിയോ? വിവരമുള്ളവർക്കിടയിൽ തൊഴിലില്ലായ്മ വിവരമുള്ളവർക്കിടയിൽ, എഡ്യൂക്കേറ്റഡ് ആയവർക്കിടയിൽ തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുന്ന രാജ്യം ഏതായിരിക്കും? ഇന്ത്യ. എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലാണ്. 1.5 ലക്ഷം എഞ്ചിനീയർമാർ ഒരു കൊല്ലം പഠിച്ചു പുറത്തിറങ്ങുന്നു, അൺഎംപ്ലോയിഡ്. ലക്ഷക്കണക്കിന് വരുന്ന MBA ഹോൾഡേഴ്സ് പഠിച്ചു പുറത്തിറങ്ങുന്നു, അൺഎംപ്ലോയിഡ്. ആർട്സ് ആൻഡ് സയൻസ് സ്ട്രീമുകളിലൂടെ പ്രൊഫഷണൽ മേഖലയിൽ പോലും പലരും ഈ ലോകത്ത് കരിയർ കഴിഞ്ഞ് പുറത്തു വരുന്നു, അൺഎംപ്ലോയിഡ്. അങ്ങനെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും തൊഴിൽ കിട്ടാത്തൊരു തലമുറ വന്നാൽ സമൂഹത്തിലുണ്ടാകുന്ന ഒരു ദുരന്തം എന്താ? പഴയ തലമുറ പ്രതീക്ഷയോടെ തുടങ്ങി വെച്ച പഠനം, തലമുറ ആ വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കാനുള്ള ഇൻ്റലക്ച്വൽ ഗ്രോത്ത്, ദേ വിൽ സ്റ്റോപ്പ്. പഠിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ നിർത്തും. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു രസകരമായൊരു തമാശയുണ്ട്. മലപ്പുറം ജില്ലയിലെ മൊറയൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് അവിടെയുള്ള ഒരു സ്കൂളിൽ ഒരു 6-7 വർഷം മുമ്പ് ഒരു പരിശീലനത്തിന് പോയൊരു അനുഭവമാണ്. അവിടെ ചെന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ +2 കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ കൗതുകത്തിന് വേണ്ടി ചോദിക്കില്ല, വാട്ട് യു വാണ്ട് ടു ബിക്കം ആഫ്റ്റർ യുവർ +2, പഠിച്ചിട്ട് എന്താവണം, വാട്ട്സ് യുവർ ആസ്പിരേഷൻ, വാട്ട്സ് യുവർ ഗോൾ എന്നൊക്കെ നമ്മൾ വെറുതെ കൗതുകത്തിന് ചോദിക്കുന്നത് പോലെ ചോദിച്ചപ്പോൾ ഓരോരുത്തർ ഓരോ ആഗ്രഹമാണ്. ഐ വോണ്ട് ടു ബിക്കം എ ഡോക്ടർ, ഐ വോണ്ട് ടു ബിക്കം എൻ എഞ്ചിനീയർ, ഐ വോണ്ട് ടു ബിക്കം ദിസ് ആൻഡ് ദാറ്റ്. അങ്ങനെ പല സ്വപ്നങ്ങൾ പറഞ്ഞപ്പോൾ കൂട്ടത്തിലൊരു കുസൃതിക്കാരനായ ഒരുത്തൻ മൈക്കെടുത്തിട്ട് എന്നോട് പറഞ്ഞു, സർ വേറൊന്നുമില്ല, തൽക്കാലം ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി, വേറെ ആഗ്രഹമൊന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ ആ ഭയങ്കര ഷോക്കായി. കാരണം ഒരു സംസാരം തുടങ്ങുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു ഇത്ര അട്ടർ നെഗറ്റീവായൊരു ഡയലോഗ് പറയാൻ. അപ്പോൾ ഞാൻ അത് മുന്നിലെ ബെഞ്ചിലിരുന്നാലും ഇവൻ പറയണത്. അപ്പോൾ ഞാൻ എന്നെ കൊണ്ടുപോയ ആ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൾ അയാളുടെ കാല് തോണ്ടിയിട്ട് അയാളോട് ചോദിച്ചു, സർ ഈ മുന്നിലിരിക്കണവൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ പിറകിലിരിക്കണവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, ഐ എം സർപ്രൈസ്ഡ്. കാരണം ഈ കുട്ടി നല്ല വിവരമുള്ള കുട്ടിയാണ്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, ഞങ്ങൾ A+ പ്രതീക്ഷിക്കുന്ന കുട്ടിയാണ്. അവൻ എന്താണ് അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് കൗതുകം തോന്നി. മൈക്ക് അവൻ്റെ കയ്യിൽ കൊടുത്ത് ഞാൻ ചോദിച്ചു, നീ എന്താ അങ്ങനെ പറയാൻ കാരണം? നിനക്ക് പഠിച്ചിട്ട് നിനക്ക് നല്ല നിലയിലെത്തണം, വലുതാകണം, ഉയരണം, മെച്ചപ്പെടണം എന്നൊക്കെ ആഗ്രഹമില്ലേ? ഇവൻ എന്നോട് പറഞ്ഞു, സാർ അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ചോദിച്ചു എന്താണ് കാരണം? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ചോദിച്ചു, നിനക്ക് പഠിച്ചിട്ട് ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് BEd കഴിഞ്ഞ് അല്ല അതിനും ഉയരങ്ങളിലുള്ള കോഴ്സുകൾ കഴിഞ്ഞ് നാളെ നിൻ്റെ മക്കളുടെ മുന്നിൽ, സമൂഹത്തിൻ്റെ മുന്നിൽ, കുടുംബത്തിൻ്റെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിലൊക്കെ തല ഉയർത്തി നെഞ്ചു നിവർത്തി ഇങ്ങനെ നടക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇവൻ എന്നോട് മൈക്ക് വാങ്ങിയിട്ട് പറഞ്ഞു, സാർ മതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്നിട്ട് എന്നോട് പറയണേ, എൻ്റെ ഫാമിലിയിൽ പഠിപ്പുള്ള നല്ല വിദ്യാഭ്യാസമുള്ള 7 ആൾക്കാരുണ്ട് എൻ്റെ അറിവിൽ. അതിൽ 2 പേര് TTC കഴിഞ്ഞവരാണ്, 3 ആൾക്കാർ PG കഴിഞ്ഞവരാണ്, 2 ആൾക്കാർ ആ പ്രൊഫഷണൽ കോഴ്സ്, മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞവരാണ്. ഈ 7 പേരെയും ഞാനിങ്ങനെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്തു. ഈ 7 പേരുടെയും ഇപ്പോഴത്തെ ജീവിത നിലവാരം എടുത്ത് അവരെത്തിപ്പെട്ട ജോലി വെച്ച് നോക്കുമ്പോൾ എല്ലാവരും 10,000 മുതൽ 17,000 രൂപ വരെയുള്ള ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത്. സർ, ഞാൻ സാറ് പറഞ്ഞ രൂപത്തിൽ ഒരു നല്ല നിലയിലെത്തണമെങ്കിൽ എത്ര കൊല്ലം ജോലി ചെയ്യണം, എത്ര കൊല്ലം പഠിക്കണം? ഞാൻ പറഞ്ഞു, ഹാർഡ്ലി ഒരു മിനിമം നീ ശ്രമിച്ചാൽ തന്നെ ഒരു 6-7 കൊല്ലം വേണം. 3 ഇയർ ഡിഗ്രി, 2 ഇയർ PG ആൻഡ് 2 ഇയർ അനദർ കോഴ്സ്, ഓർ 7 ഇയേഴ്സ്, 5 to 7 ഇയേഴ്സ് ഒരു കമ്പൽസറിലി യു ഹാവ് ടു അറ്റൻഡ്. അപ്പോൾ ഇവനോട് 7 കൊല്ലം ഞാൻ കാത്തിരിക്കേണ്ടേ വേണം. ഇവൻ്റെ ചോദ്യം ഇതാണ്, എൻ്റെ ജ്യേഷ്ഠന് ആലുവ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിൽ എൻ്റെ നാട്ടിലുള്ള സാധാരണ 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും മാത്രം പഠിച്ച ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കൂലി 600, 700, 800 ഒക്കെ രൂപയാണ്. സർ, ഞാൻ ഇത്രയും കാലം 5 കൊല്ലം കാത്തുനിന്ന് ഇങ്ങനെ പോയി ഒരു 15,000, 12,000, 17,000 മാക്സിമം ശമ്പളം വാങ്ങുന്ന ഒരു ജോലിയിലേക്ക് എത്തിപ്പെടുന്നതാണോ? അല്ല, ഇപ്പം തന്നെ ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ ബേക്കറിയിൽ പോയി 600, 700 വാങ്ങി 20, 25,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു ജോലി ഇപ്പോഴേ നേടിയെടുക്കുന്നതാണോ എനിക്ക് ബുദ്ധി, എനിക്ക് ന്യായമെന്ന് ചോദിച്ചപ്പോൾ കൂടെ ഇരിക്കുന്ന അവരുടെ കൂട്ടുകാരും മാത്രമല്ല, പിറകുള്ള രക്ഷിതാക്കൾ പോലും കൗതുകത്തോടെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. കാരണം പറഞ്ഞൊരു കാര്യമാണ്, ഇവന് പഠിച്ചിട്ട് എത്തിപ്പെടുന്നതിനേക്കാൾ വലിയ ഉയരങ്ങളിലേക്ക് പഠിക്കാതെ എത്തുന്നൊരു ലോകത്തെക്കുറിച്ചാണ് ആ ചെറുപ്പക്കാരൻ കൗതുകത്തോടെ നോക്കി കാണുന്നത്.
ഇത് നമ്മുടെ നാടിൻ്റെ പുതിയ ചിത്രമാണ്. നിങ്ങളിൽ ആര് പഠിച്ചു വലുതാകുന്നു, എന്ത് കോഴ്സ് കഴിയുന്നു എന്നതല്ല ഇനി പ്രശ്നം. നിങ്ങളിൽ എങ്ങനെയാണ് ഈ പുതിയ കാലത്തെ മത്സരാധിഷ്ഠിതമായൊരു ലോകത്ത് നിങ്ങളുടെ കഴിവും പ്രാഗൽഭ്യവും തെളിയിച്ച് ആസ്പിരേഷൻ ഫോർ ദ സൊസൈറ്റി ഓർ ഇൻസ്പിരേഷൻ ഫോർ ദ സെൽഫ് എന്ന് ഈ സെഷൻ അർത്ഥമാക്കുന്നത് പോലെ സ്വയം പ്രചോദിതമായി പുതിയ കാലത്തെ വായിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് എത്ര പേർക്ക് മത്സരിക്കാൻ കഴിയുന്നു, എത്ര പേർക്ക് വേഗത്തിൽ ഓടിയെത്താൻ കഴിയുന്നു, എത്ര പേർക്ക് തലയും മുറയുമുള്ളൊരു തലമുറയാകാൻ പറ്റുന്നു എന്ന തോട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളിനുള്ളിൽ ഉണ്ടാവേണ്ടത്. അല്ലാത്ത പക്ഷം ഈ എഡ്യൂക്കേഷനോ നമ്മൾ നേടുന്ന കോഴ്സുകളോ ബിരുദങ്ങളോ നമ്മൾ ഓടിയെത്തുന്ന യാത്രകളോ കൊണ്ട് മാത്രമൊന്നും നമ്മൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല. പക്ഷേ ഹൗ മച്ച് യു ആർ ടാലൻറ്റഡ്, ഹൗ മച്ച് യു ആർ എക്യുപ്ഡ്, ഹൗ മച്ച് യു ആർ റിയലി കോമ്പിറ്റൻറ്റ്, അങ്ങനെ നമുക്ക് നമ്മുടെ ശേഷിയെ എത്ര കണ്ട് വളർത്താൻ കഴിയുമോ അത്ര കണ്ടായിരിക്കും നമ്മുടെ സാധ്യത. ഞാൻ വളരെ സിമ്പിളായൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ കൂട്ടത്തിൽ സ്മാർട്ടാണ്, എനർജറ്റിക് ആണ്, വൈബ്രൻ്റ് ആണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരൊന്ന് കൈവക്കും. ഐ എം സ്മാർട്ട്, ഐ എം എനർജറ്റിക്, ഐ എം വൈബ്രൻറ്റ്, ഐ എം ഡൈനാമിക്. പൊളച്ച് മാത്രം രണ്ട് അച്ഛന്മാർ പൊക്കി, വേറെ ആരില്ല. ഓക്കെ, കുറച്ച് 4-5 പേരുണ്ട്. ഈ ഇത്രയും കൂടിയിരിക്കുന്ന നൂറുകണക്കിന് പേരിൽ 4-5 പേരുണ്ട്. ലീവ് ഇറ്റ്, ഞാൻ അതിലേക്ക് പിന്നീട് വരാം. രണ്ടാമത്തെ എൻ്റെ ചോദ്യം, നിങ്ങളുടെ കൂട്ടത്തിൽ നീളമുള്ള മൂക്കുള്ള ആളുകൾ കൈവക്കുമോ? നീളമുള്ള മൂക്കുള്ളവർ 1 2 ഹാൻഡ്സ് ഡൗൺ, നോ ഇഷ്യൂ. മൂന്നാമത്തത് വീതിയുള്ള നെറ്റിയുള്ളവർ കൈവക്കുമോ? വീതിയുള്ള നെറ്റിയുള്ളവർ, വി ഹാവ് ഗോട്ട് 20 people, 20-25 ഹാൻഡ്സ് ഡൗൺ. ചുരുണ്ട മുടിയുള്ളവർ, അഗൈൻ അനദർ 20-30 people. ഓക്കെ, ഞാൻ എത്ര ചോദ്യം ചോദിച്ചു? ഹലോ, എത്ര ചോദ്യം ചോദിച്ചു? 4 ചോദ്യങ്ങളിൽ ഒന്നാമത്തത് സ്മാർട്ടാണോ, എനർജറ്റിക് ആണോ, വൈബ്രൻ്റ് ആണോ, ഡൈനമിക് ആണോ? ഇത് നമ്മൾക്ക് അങ്ങനെ ഇല്ലാത്തത് പറയാനൊന്നും പറ്റൂല. മാത്രമല്ല, അത് പറഞ്ഞാൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ അയാളും പറഞ്ഞില്ല. അഥവാ ഞാൻ സ്മാർട്ടാന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം വരുമോ എന്നുള്ള പേടിയുള്ളത് കൊണ്ട് നമ്മൾ ആരും ഒന്നും പറഞ്ഞില്ല. വി വെർ സോ ക്വയറ്റ്. 2-3 ആളുകൾ മാത്രം കൈവക്കി. രണ്ടാമത്തെ ചോദ്യം, ഒന്നാമത്തെ നിങ്ങൾ വിട്ടാളാം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളിൽ നീളമുള്ള മൂക്കുള്ളവർ കൈവക്കുക, വീതിയുള്ള നെറ്റിയുള്ളവർ കൈവക്കുക എന്നുള്ളതാണ്. നിങ്ങളിൽ വളരെ കുറഞ്ഞ ആൾക്കാർ കൈവക്കി. വല്ലാതെ നീളം കൊണ്ട് ഇടങ്ങാറായ ബുദ്ധിമുട്ടുള്ള ആളുകൾ വീതിയുള്ള നെറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ ചില ആൾക്കാർ തൊട്ടുവെക്കണം. കഷണ്ടി ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടാണ് കൈവെക്കണത്. അടുത്ത ആളെ ചൂണ്ടിയിട്ട് പറയണടാ നിനക്ക് കഷണ്ടി ഉണ്ട്, നീ പൊക്കിക്കോ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. കൂട്ടുകാരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ചോദിച്ച ചോദ്യം എന്താ? നീളമുള്ള മൂക്കുള്ളവർ കൈവെക്കുക. ഈ മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ 2025 എഡിഷനിൽ പങ്കെടുക്കുന്ന ആരുടെ മൂക്കിനാണ് നീളമില്ലാത്തത്? ഈസ് ദർ എനിവൺ? ഈ ഗ്രൂപ്പിൽ ആരുടെ നെറ്റിക്കാണ് വീതിയില്ലാത്തത്? ഈസ് ദർ എനിവൺ? ഞാൻ ചോദിച്ചത് എന്താ? നീളമുള്ള മൂക്കുള്ളവർ കൈവെക്കുക, വീതിയുള്ള നെറ്റിയുള്ളവർ കൈവെക്കുക. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാത്ത ഒരാൾ ഈ സദസ്സിലുണ്ടോ? യെസ് ഓർ നോ? ഇപ്പോഴും വീതിയില്ല എന്ന് വിശ്വസിക്കുന്ന എനിവൺ? ഇപ്പോഴും നീളമില്ല എന്ന് വിശ്വസിക്കുന്ന എനിവണില്ല? ലോകത്തെ ഏറ്റവും ചുരുങ്ങിയ, ഏറ്റവും ചെറിയ മൂക്കുള്ള, കുഞ്ഞു മൂക്കുള്ള ജപ്പാനീസ്, ചൈനീസ്, നേപ്പാളീസ്, ബർമീസ് ഇതൊക്കെ എടുത്തൊക്കെ അവരുടെ മൂക്കിനുണ്ട് 1-2 സെൻറ്റിമീറ്റർ നീളം. കുഞ്ഞ് പറന്നു വീഴുന്ന കുഞ്ഞിൻ്റെ നെറ്റിക്കുണ്ട് വീതി, ഇല്ലേ? പക്ഷേ എന്തുകൊണ്ടായിരിക്കും നിങ്ങളില്ല എന്ന് കൈവക്കിയത്? നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചു ഞാൻ ചോദിക്കുന്നത് വല്ലാതെ നീളമുള്ളവരെ പറ്റിയാണ്, ഞാൻ ചോദിക്കുന്നത് വല്ലാതെ വീതിയുള്ളവരെ പറ്റിയാണ്, കുറേ നീളമുള്ളവരെ പറ്റി, കുറേ വീതിയുള്ളവരെ പറ്റിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞോ? ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം ദിസ് ഈസ് ഹൗ എ പേഴ്സൺ ഓൾവേസ് തിങ്ക്. നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ചില പ്രിജഡൈസസ്, നമ്മുടെ ചില മുൻവിധികൾ, നമ്മുടെ ചില തോന്നലുകളാണ് ശരിയായ ഉത്തരങ്ങളിൽ നിന്ന് പോലും നമ്മളെ ദൂരത്തെ കൊണ്ടുപോകുന്നത്. എന്നെ കൊണ്ടതിന് പറ്റില്ല, എനിക്കത് നേടിപ്പിടിക്കാൻ കഴിയില്ല, ഞാൻ സ്മാർട്ടല്ല, ഞാൻ എനർജറ്റിക്കൽ. എനിക്ക് ഇതിനേക്കാൾ രസം തോന്നിയത് ചുരുണ്ട മുടിയുള്ളവരോട് കൈവെക്കാൻ പറഞ്ഞപ്പോൾ ചില കൂട്ടുകാർ തൊട്ടു വെക്കുകയാണ് ഉണ്ടോ എന്നുള്ളത്. സോ ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് ഷ്യൂർ ഇവിടെ വന്നിട്ടെങ്ങാനും ഉണ്ടോ എന്നുള്ള കൺഫ്യൂഷനാണ്. നമ്മൾ ആലോചിച്ച ഇവിടെ ഈ 3 ചോദ്യത്തിനും നിങ്ങൾ മുൻവിധികൾ കൊണ്ടാണ് ഉത്തരങ്ങൾ തെറ്റിപ്പോയതെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിലേക്കൊന്ന് വന്നു നോക്ക്. ഐ എം സ്മാർട്ട്, ഐ എം എനർജറ്റിക്, ഐ എം ഡൈനമിക്, ഐ എം കോൺഫിഡൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കങ്ങനെ പറയാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, എൻ്റെ തോന്നലാണ്. എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന എൻ്റെ തോന്നലാണ്. എനിക്കങ്ങനെ ഒരു പ്രചോദനം എൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റൂല എന്ന എൻ്റെ ഒരു തിരിച്ചറിവാണ്. കൂട്ടുകാരെ, ലൈഫിൽ ജയിച്ചു കയറിയ മനുഷ്യർ ഈ സമൂഹത്തിൽ നിങ്ങൾ ഈ 3-4 ദിവസങ്ങളായി കാണുന്ന ഈ കോൺഫറൻസിൻ്റെ ഭാഗമായി വരുന്ന നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന വലിയ വലിയ മനുഷ്യരെ നിങ്ങൾ കാണുകയാണ്. നിങ്ങൾ പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ, യൂട്യൂബിലൂടെ, വ്ളോഗിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ ഒരുപാട് പേഴ്സണാലിറ്റിയെ, ഹൈലി ഇൻഫ്ലുവൻഷ്യലായ പേഴ്സണാലിറ്റീസിനെ നിങ്ങൾ പഠിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്,
നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ കഥകളും ജീവിതവും കേട്ട് കോരിത്തെരിച്ച് അങ്ങനെ ആവേശം കൊണ്ടിരിക്കേണ്ടവർ മാത്രമല്ല, അവനവൻ്റെ കഥകൾ നിർമ്മിച്ച് മറ്റുള്ളവർക്ക് പ്രചോദനമാകേണ്ടവർ കൂടിയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ മൂല്യം നമ്മൾക്കുണ്ടാവുക. We are always there not to read others' biography. We are always should be there to create our biography, create our story for making them to read. മറ്റുള്ളവർ വായിക്കട്ടെ എൻ്റെയും നിങ്ങളുടെയും കഥകൾ, എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ. അങ്ങനെ ഈ സമൂഹത്തിൽ അടയാളങ്ങൾ തീർത്ത്, അത്ഭുതങ്ങൾ തീർത്ത് ഈ സമൂഹത്തിന് നന്മയുടെ ചില മാതൃകകൾ കൊടുക്കാനുള്ള ആ മാറ്റമാണ് കൂട്ടുകാരെ എൻ്റെയും നിങ്ങളുടെയും ഉണ്ടാവേണ്ടത്. അതിനാണ് ഇൻസ്പിരേഷൻ ഫോർ സെൽഫ്. സ്വന്തത്തെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക എന്ന് പറയുന്നത്, ഞാൻ എന്താ ബോധ്യം എനിക്കുണ്ടാവുക എന്ന് പറയുന്നത്. ഞാൻ ഈ ഭൂമിയിൽ ദൈവം എന്നെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിലേക്ക് വന്നത് ചിലതൊക്കെ നിർമ്മിക്കാനാണ്, ചിലതൊക്കെ നിർവഹിക്കാനാണ്, ചിലതൊക്കെ ചെയ്തു തീർക്കാനാണ്, സമൂഹത്തിൽ ഇതൊക്കെ കൈമാറാനാണ്. ആ നന്മയോടെ ഈ സമൂഹത്തിൽ എൻ്റെ അടയാളങ്ങൾ തീർത്ത് അത് കൈമാറി ഈ ലോകത്തെ ഒരു കോൺട്രിബ്യൂട്ടിംഗ് മെമ്പറായി ഞാൻ മാറുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വിശ്രമമില്ലാതെ പൂർണ്ണമായി നിശ്ചയദാർഢ്യത്തോടെ ഞാൻ പ്രവർത്തിച്ചേ മതിയാകും. അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് വരിക എന്നതാണ് ഒന്നാമത്തത്, ഇൻസ്പിരേഷൻ ഫോർ സെൽഫ്. സ്വന്തത്തെ അറിയുക. മഹാനായ സ്വാമി വിവേകാനന്ദൻ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉള്ളുകൊണ്ട് തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ഇഫ് യു ആർ നോട്ട് നോയിങ് യുവർ സെൽഫ് യു മേ നോട്ട് ബി നോയിങ് ദ വേൾഡ്. നിങ്ങൾ ഈ ലോകത്തെ തിരിച്ചറിയില്ല, അവനവനെ തിരിച്ചറിയാത്ത കാലം അത്രയും. ഒരു ബൈബിളിലെ ഏറ്റവും ഹൃദ്യമായ ശ്രദ്ധേയമായ ഒരു വചനമല്ലേ നോ യുവർ തൈസെൽഫ്. നിങ്ങൾ നിങ്ങളെ അറി, എന്നാലല്ലേ നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ പറ്റും. അവനവനെ അറിയുന്നതിനേക്കാൾ വലിയ ഗ്രാഹ്യം എന്താണുള്ളത്? എന്താണ് സ്വന്തത്തെ അറിയൽ? നിങ്ങൾ സ്വന്തത്തിൻ്റെ കഴിവുകൾ അറിയുക, സാധ്യതകൾ അറിയുക, പരിമിതികൾ അറിയുക, വെല്ലുവിളികളെ അറിയുക. അങ്ങനെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യങ്ങളിലേക്ക് ദൈവികമായ നന്മയെ ഉൾവാങ്ങി ഹൃദയത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് പരിശ്രമിക്കുന്നവർക്കാണ് ഞാനീ പറഞ്ഞ ഇൻസ്പിരേഷൻ അവരെ സഹായിക്കുക. അവർ ലോകത്തെ വല്ലാത്ത പ്രതീക്ഷയോടെ കാണും. അവർ സമൂഹത്തിൽ ഏത് വെല്ലുവിളികളെയും അതിജീവിക്കും. അവരേത് പരിമിതികളെയും മറികടന്ന് മുന്നോട്ട് പോകും. അത് തിരിച്ചറിയാൻ കഴിയുക എന്നതാണ് പ്രധാനം. രണ്ട് തരത്തിൽ ഇൻസ്പിരേഷൻ ഉണ്ട്. ഒന്ന് എക്സ്ട്രിൻസിക് ഇൻസ്പിരേഷനാണ്, രണ്ടാമത്തത് ഇൻട്രിൻസിക് ഇൻസ്പിരേഷനാണ്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് എൻ എക്സ്ട്രിൻസിക് ഇൻസ്പിരേഷൻ. ഇവിടെ നിന്ന് മറ്റൊരാളിലേക്ക് ചിലത് കൊടുക്കാൻ ശ്രമിക്കുകയാണ്, അതൊരു എക്സ്റ്റേണൽ ആണ്. രണ്ടാമത്തൊരു ഇൻസ്പിരേഷൻ ഉണ്ട്, അത് ഇൻട്രിൻസിക് ഇൻസ്പിരേഷൻ ആണ്. ഞാൻ എന്നോട് തന്നെ സംവദിക്കുന്നതാണ്, ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ്, ഞാൻ എന്നോട് തന്നെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അങ്ങനെ സ്വന്തത്തോട് ഓർമ്മപ്പെടുത്തുന്ന, സ്വന്തത്തോട് പറയുന്ന, സ്വന്തത്തോട് ആ അർത്ഥത്തിൽ ഇഗ്നൈറ്റ് ചെയ്യുന്ന ഒരു ബോധ്യമാണ് നമ്മളാക്കി വളർത്തുക. അവിടെയാണ് കൂട്ടുകാരെ നിങ്ങൾ ഇത്രയും മനോഹരമായി ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് മാർത്തോമാ സഭയുടെ ക്ഷണം സ്വീകരിച്ച് ഇതുപോലൊരു ഒരു സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമാകാൻ അവസരം കിട്ടി വന്നവരാണെങ്കിൽ, നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാണ് സ്മാർട്ട്? നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാണ് ബ്രില്യൻറ്റ്? നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാണ് എനർജറ്റിക്? നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാണ് ഡൈനാമിക്? സോ ഇഫ് യു ആർ നോട്ട് ബിലീവിംഗ് ഇൻ യുവർ സെൽഫ്, നോബഡി ക്യാൻ ഹെൽപ്പ് യു. ഇഫ് യു ആർ നോട്ട് റിയലൈസിംഗ് യുവർ ഇന്നർ ടാലൻറ്റ്, നോബഡി ക്യാൻ ഇഗ്നൈറ്റ് യു. ഇഫ് യു ആർ നോട്ട് ട്രൂലി ഇൻസ്പയറിംഗ് യു, നോബഡി എൽസ് ക്യാൻ ഇൻസ്പയർ യു. നിങ്ങളെ ആ അർത്ഥത്തിൽ പ്രചോദിപ്പിക്കുന്നിടത്ത് പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ലോകത്ത് മാറിയ മനുഷ്യരെല്ലാം, ജയിച്ച മനുഷ്യരെല്ലാം, വളർന്ന മനുഷ്യരെല്ലാം, ഈ സമൂഹത്തിൽ ഉദിച്ചു നിന്ന മനുഷ്യരെല്ലാം അവർ സ്വന്തത്തെ പ്രചോദിപ്പിച്ചവരാണ്. അങ്ങനെ സ്വയം ഇഗ്നേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബോധ്യത്തോടു കൂടി വളർന്നുകൊണ്ടിരിക്കും. ഇല്ലെങ്കിലുള്ള പ്രശ്നം, അറിയുന്ന പണി തന്നെ നമ്മളോട് തെറ്റിക്കൊണ്ടേയിരിക്കും. നമ്മൾ അറിയുന്നവരായിരിക്കും, we all will be knowing it, but we may be doing it wrongly. നമ്മൾ വളരെ തെറ്റായിട്ടും മോശമായിട്ടും നമ്മൾ ഔട്ട് ഓഫ് ട്രാക്ക് ആയിട്ടും കാര്യങ്ങൾ ചെയ്യുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. ലെറ്റ് മീ ഗിവ് യു വൺ സിമ്പിൾ എക്സാമ്പിൾ. ഞാൻ 4 എന്ന് പറയുന്ന സമയത്ത് can you please clap? When I say 4, can you clap? Are you ready? 1 2 3. ഞാൻ പറഞ്ഞില്ല. When I say 4, then only you should clap. Ready? ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കുക. Ready? 1 2 3. Oh, only 2 people. 2 ആൾ മാത്രം തെറ്റി. Once again. 1 2 3 4. നല്ല ഉഷാറ്. 1 2 3 4. ഗംഭീരമായി ക്ലാപ്പ് ചെയ്യും. 1 2 3 4. Yes. 1 2 3. Only 1 clap. The last chance. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3. See. എന്താണ് ആദ്യം 4 എന്ന് പറയുന്നതിന് മുമ്പ് എല്ലാവരും അടിച്ചു. അവസാനം എത്തുമ്പോഴേക്ക് 4 എന്ന് പറയുന്നില്ലെങ്കിൽ ക്ലാപ്പേ ഇല്ല. They are so vigilant.
ഒരേ മനുഷ്യർ തന്നെയാണ് 1 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ 2 റിസൾട്ട് തരുന്നത്. യെസ് ഓർ നോ? ഒരേ ആളുകൾ തന്നെയാണ് ആദ്യം നൽകുന്ന റിസൾട്ട് അല്ല രണ്ടാമത് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഔട്ട്കം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ഉള്ളു തൊടുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ ഇൻസ്പയർ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന റിസൾട്ട് എക്സ്ട്രീംലി വ്യത്യസ്തമായിരിക്കും. അത് സമൂഹത്തിൽ വലിയ അടയാളങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ കരുത്തുള്ളതായിരിക്കും. അവർ സമൂഹത്തെ ആ അർത്ഥത്തിൽ സ്വാധീനിക്കുന്നവരായിരിക്കും. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത്തെ ഭാഗം, ആസ്പിരേഷൻ ഫോർ സൊസൈറ്റി. അങ്ങനെ സ്വന്തത്തെ നിങ്ങൾ തൊട്ടാൽ, ഞാൻ ഈ ഭൂമിയിൽ ആയിരക്കണക്കിന് മനുഷ്യരെ പോലെ ഒരു സാധാരണക്കാരനായി ജനിച്ച് ജീവിച്ചു മരിച്ചു പോകേണ്ടവനല്ല. ഈ ഭൂമിയിൽ ജ്വലിച്ചു നിന്ന് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കഴിയാവുന്ന മികവിൻ്റെ പര്യായങ്ങളാകേണ്ടവരാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആസ്പിരേഷൻ ഫോർ സൊസൈറ്റി, സമൂഹത്തിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാലോചിക്കുകയാണ് പ്രധാനം. ഈ സൊസൈറ്റിയോട് എനിക്കുള്ള കൂറെന്താണ്, കടപ്പാടെന്താണ് എന്ന് തിരിച്ചറിയലാണ് പ്രധാനം. നമുക്ക് ആൾക്കൂട്ടത്തിലെ തലകളാകാൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ. ആൾക്കൂട്ടത്തിലെ തലകളാകുകയല്ല, ആൾക്കൂട്ടത്തിലെ തലച്ചോറുകളാകാൻ, അത് നിയന്ത്രിക്കുന്ന, ഗതി നിയന്ത്രിക്കുന്ന, അവിടുത്തെ ദിശ നിയന്ത്രിക്കുന്നവരായി മാറാൻ എനിക്കും നിങ്ങൾക്കും കഴിയുക എന്നതാണ് പ്രധാനം. അങ്ങനെ നിങ്ങൾക്കും എനിക്കും സാധിക്കണമെങ്കിൽ സൊസൈറ്റിയിൽ നമ്മളെ അടയാളപ്പെടുത്തണം. നമ്മൾ സമൂഹത്തിൽ നമ്മളെ അടയാളപ്പെടുത്താൻ കഴിയണം. ആ സമൂഹത്തിൽ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയായിരിക്കും. ജീവിക്കുന്ന കാലത്തിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? If I am a Gen Z, what is your contribution for the Alpha generation? If you are an Alpha generation, what's your contribution in an AI generation? അങ്ങനെ ഈ പുതിയ കാലത്ത്, ഈ പുതിയ സമൂഹത്തിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താ? എങ്ങനെയാണ് നമുക്കൊരു ലോകത്തെ സ്വാധീനിക്കാൻ കഴിയുക? എങ്ങനെയാണ് നമുക്കൊരു ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുക? അങ്ങനെ പുതിയ കാലത്തിന് പറ്റാവുന്ന രീതിയിൽ ഈ പുതിയ AI-യുടെ, റോബോട്ടിക്സിൻ്റെ, IoT-യുടെ, ഓഗ്മെൻറ്റഡ് ഇൻ്റലിജൻസിൻ്റെ എല്ലാം കാലത്ത് എനിക്കും നിങ്ങൾക്കും എന്താണ് ഈ പുതിയ കാലത്തോട് സംവദിക്കാനുള്ളത്? 113ാമത് സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായി അതിലെ പ്രതിനിധിയായി നിങ്ങൾ പങ്കുചേരുമ്പോൾ ഈ പുതിയ കാലത്തെ മനുഷ്യരോട്, സമൂഹത്തോട് എനിക്കും നിങ്ങൾക്കും കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ആ മാറ്റമാണ് കാലഘട്ടം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, നമ്മളിൽ നിന്ന് അന്വേഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാവരും ചെയ്തത് അതേ പ്രകാരം തുടരാനല്ല, ഇതുവരെ ആരും ചെയ്യാത്തത് പുതുമയോടെ ചെയ്യാനാണ് എന്നിൽ നിന്ന് കാലം ആവശ്യപ്പെടുന്നത്. യു ഡു സംതിങ് ഡിഫറെൻ്റ്ലി. You never repeat everything which others are doing regularly. You do something which is in an innovative manner, in an inspiring manner, in an igniting manner, in a most brightening manner. അങ്ങനെ നിങ്ങൾ മാറിയാൽ അത് സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. Let me give you one simple example for realizing it. 1 മുതൽ 10 വരെ ഉറക്കം ഒന്ന് കൂട്ടാൻ പറ്റുമോ? ആർക്കെങ്കിലും ചെല്ലാൻ പറ്റുമോ? Everybody, 1 to 10. 1. Good. 10 to 1. Speed. Good, excellent, brilliant. A to Z. Wow, amazing, brilliant. Z to A. Come on. Come on. എന്താ പഴയതുപോലെ ആവേശമില്ലാത്തത്? എല്ലാവരും 1 മുതൽ 10 വരെ ചോദിച്ചപ്പോൾ യു ഓൾ വെയർ ഹാപ്പി. ചിലരെന്നെ നോക്കുകയാണ്, ഇതൊക്കെ ഒരു ചോദ്യമാണോ? ഇതൊക്കെ LKG കുട്ടികളോട് ചോദിക്കേണ്ടതല്ലേ? 10 മുതൽ 1 വരെ യു ഓൾ വെയർ ഇറ്റ് വാസ് സോ സില്ലി ഫോർ യു. A മുതൽ Z വരെ അതും നമ്മൾക്കൊരു കിഡിഷാണ്. എന്നാൽ Z മുതൽ A വരെ എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ 3 തവണ പറഞ്ഞ ആവേശം എന്തുകൊണ്ടില്ല? അതുപോലെ പൂർത്തിയാക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മളെ ആദ്യത്തെ 3ഉം നമ്മളെ പലരും പഠിപ്പിച്ചിട്ടുണ്ട്. യെസ് ഓർ നോ? ഇതുവരെ Z to A നമ്മൾ ആരും പഠിപ്പിച്ചിട്ടില്ല. ആരും നമ്മളോട് അങ്ങനെ ചൊല്ലാനോ പഠിക്കാനോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്കറിയില്ല. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൊസൈറ്റിയുടെ ഇടയിൽ ജീവിക്കുമ്പോൾ 1 മുതൽ 10 വരെ നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ പൂർവികരാണ്. 10 മുതൽ 1 വരെ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ പൂർവികരാണ്. A മുതൽ Z വരെ നമ്മളെ പഠിപ്പിച്ചത് ഇന്നലകളുടെ സമൂഹമാണ്. നിങ്ങളുടേതും എൻ്റേതും ഈ തലമുറയ്ക്ക് എന്താണ് പുതിയത്? നമുക്കെന്താ പുതുതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്? വാട്ട്സ് യുവർ മാർക്ക്? അങ്ങനെ സാധിച്ചാൽ ഒരുപക്ഷെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ പഠിച്ചതല്ലേ, ABCDEFG എന്ന് നമ്മൾ എത്ര ആവേശത്തോടെ ചെറിയ പ്രായത്തിൽ പഠിച്ചിട്ടുണ്ടോ അതേ ആവേശത്തിൽ ZYXW VUTSR QPO NMLK JH GFED CBA എന്ന് തിരിച്ചു പറയാൻ കഴിയാവുന്ന ആ കൗതുകത്തിലേക്ക് നമ്മൾ വരും. അത് ഇറ്റ്സ് നോട്ട് എ മിറാക്കിൾ, യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ എങ്ങനെയാണോ അന്ന് പഠിച്ചത് അതേപോലെ നമുക്ക് പുതിയതെങ്ങനെയാണോ പഠിക്കേണ്ടത് അത് തിരിച്ച് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക എന്നതാണ് പ്രധാനം. എനിക്ക് അവസാനിപ്പിക്കാനുള്ളത് ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ സൊസൈറ്റിയിലേക്ക് നിർമ്മിക്കുന്നവരും അടയാളങ്ങൾ തീർക്കുന്നവരുമാകുക.
നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വന്നത് നമ്മുടെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ശരാശരിക്കാരനായി ജീവിച്ചു തീരാനല്ല. അതുകൊണ്ടല്ലേ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഒരു ദരിദ്രനായി ജനിച്ചു വീഴുന്നത് നിങ്ങളുടെ ആരുടെയും തെറ്റല്ല. പക്ഷേ നിങ്ങൾ ദരിദ്രനായി മരിച്ചാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. നിങ്ങളൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചാൽ ഇറ്റ്സ് നോട്ട് യുവർ മിസ്റ്റേക്ക്. പക്ഷെ നിങ്ങൾ മരിക്കുമ്പോഴും സാധാരണ കുടുംബത്തിലാണെങ്കിൽ ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. നിങ്ങൾ വിവരമില്ലാത്തൊരു സാഹചര്യത്തിൽ ജനിച്ചു വീഴുന്നത് നിങ്ങളുടെ കുഴപ്പമല്ല. നിങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ വിവരമില്ലാത്തവനായി വിട പറയേണ്ടി വന്നാൽ അത് നിങ്ങളുടെ മാത്രം മിസ്റ്റേക്കാണ്. നമ്മളാണ് നമ്മുടെ ഫോർച്യൂണിനെ തിരുത്തേണ്ടവർ, നമ്മളാണ് നമ്മുടെ സ്ക്രിപ്റ്റിനെ തിരുത്തേണ്ടവർ, നമ്മളാണ് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റേണ്ടവർ. അങ്ങനെ മാറ്റാനുള്ള കരുത്ത് നമ്മൾക്കുണ്ടായാൽ നമ്മൾ തിരിച്ചറിയും, നമ്മൾ വാഹനങ്ങൾ വാങ്ങുന്നത് കാർ പോർച്ചിൽ നിർത്തിയിടാനല്ല, ഏത് കാറ്റിനെയും കോളിനെയും ഭേദിച്ച് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് റോഡിലൂടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് യാത്ര ചെയ്യാനാണ്. നമ്മൾ കപ്പൽ വാങ്ങുന്നത് അത് നങ്കൂരമിട്ട് തുറമുഖത്ത് നിർത്തിയിടാനല്ല, ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും മറികടന്ന് അതങ്ങനെ യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് ദൈവം പറഞ്ഞയച്ചത് എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് വിശ്രമിക്കാനല്ല. ഈ ഭൂമിയിൽ നമ്മുടെ അടയാളങ്ങൾ തീർക്കുന്നത് വരെ, നമ്മുടെ ലക്ഷണങ്ങൾ ഈ ഭൂമിയിൽ വരുന്നത് വരെ, എൻ്റെ സമർപ്പണം ഈ സമൂഹം അനുഭവിക്കുന്നത് വരെ അത് അവിശ്രമ പരിശ്രമം നടത്തി അതൊരു ജനതക്ക് കൈമാറാനാണ്. ആ കൈമാറാനുള്ള നന്മ, അങ്ങനെ ഒരു പ്രസരിപ്പ്, അങ്ങനെ ഒരു ഊർജം, അങ്ങനെ ഉള്ളിലേക്കൊരു ഇൻസ്പിരേഷൻ, സൊസൈറ്റിയിലേക്കൊരു ആസ്പിരേഷൻ, ഇത് രണ്ടും കൊടുത്തുകൊണ്ട് ഒരു നല്ല സമൂഹത്തെ കെട്ടിയെടുക്കാൻ, ആ അർത്ഥത്തിൽ വളർത്തിയെടുക്കാൻ, അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു അചഞ്ചലമായ വിശ്വാസവും ആത്മീയമായ ഉണർവും നൈതികമായ ഒരു ബോധവും ആ ഒരു ധാർമ്മികമായ ഒരു പരിവേശവും ആ അർത്ഥത്തിലുള്ള ദിഷണപരമായ ഊർജവും ഒക്കെ സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ലോകത്തെ നിങ്ങൾ ജയിക്കും, സമൂഹത്തെ നിങ്ങൾ നയിക്കും, നാടിനെ നിങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തും. അങ്ങനെ ചെയ്യുന്ന ഒരു നല്ല സമൂഹമായി മാറാൻ എനിക്കും നിങ്ങൾക്കും കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് 30 മിനിറ്റ് സമയമാണ് അവതരണത്തിന് ഞങ്ങൾ രണ്ടുപേർക്കും നിശ്ചയിച്ചിട്ടുള്ളത്. സമയം കടക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി ഏതെങ്കിലും കൂടുതൽ ചോദിക്കാനുണ്ടെങ്കിൽ ഇൻ്ററാക്ഷൻ സമയത്ത് വി വിൽ ഷെയർ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച മാർത്തോമാ സഭയ്ക്ക്, യുവാക്കീം മെത്രാപ്പോലിത്ത, അതുപോലെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സെറാഫീം തിരുമേനി പ്രാർത്ഥനയുടെ സമയത്ത് എനിക്കത് മനസ്സിലായി. ബഹുമാനപ്പെട്ട പോളച്ചൻ അച്ഛന്മാർക്കും ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ ഗംഭീരമായിട്ടുള്ളൊരു മോട്ടിവേഷണൽ ടോക്ക് നിങ്ങൾ കേട്ടിട്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു ടോക്ക്, എനിക്കറിയാം ചൂടാണ്, പലരും അവിടെ വീശുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും വളരെ ക്രിസ്പി ആയിട്ട് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ തീർക്കുന്നതാണ്. അതിനുശേഷം ഇൻട്രാക്ഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കത് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. മാർത്തോമാ സഭയുടെ ഏത് പ്രോഗ്രാം ആണെങ്കിലും എന്നെ വിളിക്കുമ്പോൾ എനിക്കതൊരു ബാക്ക് ടു ഹോം ഫീലാണ് തരുന്നത്. കാരണം ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു പങ്ക് മാർത്തോമാ സഭയ്ക്ക് ഉണ്ടെന്നുള്ളത് സംശയമില്ല. സ്റ്റുഡൻസ് കോൺഫറൻസ് മാർത്തോമാ സഭ ഓർഗനൈസ് ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ഓടി വരുന്നത് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ ചരൽക്കുന്നിൽ കോൺഫറൻസ് സംഘടിപ്പിച്ചു. അന്ന് ചരൽക്കുന്ന് സൺഡേ സ്കൂൾ കുട്ടികൾക്ക് 3 വയസ്സുള്ളവർക്ക് ഇല്ലായിരുന്നു. അന്ന് 42 വർഷം മുമ്പത്തെ കഥയാണ് ഞാനീ പറയുന്നത്. ആ സമയത്ത് 3 വയസ്സില്ലെങ്കിൽ എൻ്റെ വീട്ടിലെല്ലാവരും പോയതുകൊണ്ട് ആ കൂട്ടത്തിൽ ഞാനും പോയി കഴിഞ്ഞ് അവിടെ പാട്ടൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടായി. 4 വയസ്സ് മുതൽ 8 വയസ്സ് വരെ ആയിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പം ഞാൻ ക്വാളിഫൈഡ് പോലും ആയിരുന്നില്ല, കാരണം 3 വയസ്സേ ഉള്ളൂ. പക്ഷേ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നും പങ്കെടുക്കണമെന്നും വാശി പിടിച്ച് ഞാൻ പാടി. എനിക്ക് ഫസ്റ്റ് കിട്ടി. 10 പുസ്തകം സമ്മാനമായി കിട്ടി. ആ പുസ്തകം ഇപ്പോഴും ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. അത് കീറി പറഞ്ഞൊക്കെ പോയെങ്കിലും ഇപ്പോഴും അത് സൂക്ഷിക്കുന്നുണ്ട്. ഏകദേശം ഒരു 43 വർഷമായി കാണണം. അപ്പോൾ അത്തരം ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന സംഗതിയാണ് മാർത്തോമാ സഭയിലെ ഏത് പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്താലും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കിത് കിട്ടിയൊരു അവസരമാണ്, ദൈവം തന്ന ഒരു അവസരമായിട്ട് ഞാൻ തന്നെ കണക്കാക്കുന്നു. അതേപോലെ തന്നെ ഒരുപാട് വേദികൾ, അതായത് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവർക്ക് അവസരങ്ങൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല, ക്ഷാമവുമില്ല. ഒന്നും പറ്റിയില്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാം. ഒരുപാട് അവസരങ്ങൾ ചാനൽസ് ഉൾപ്പെടെ എല്ലാവരും തരുന്നുണ്ട്, സ്കൂളുകൾ തരുന്നുണ്ട്. എന്നാൽ ഈ 40 വർഷം മുമ്പ് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ കിട്ടുന്ന വേദി എന്ന് പറയുന്നത് സഭ ഒരുക്കി തരുന്ന കോമ്പറ്റീഷൻസ് ആയിരുന്നു. അപ്പോൾ അന്ന് ചെറിയ പ്രസംഗവും പാട്ടും കഥയും ഉപന്യാസവും വാക്യമത്സരവും ഒക്കെ പങ്കെടുത്ത്
അന്ന് മറികടന്ന സ്റ്റേജ് ഫിയർ ആയിരിക്കണം ഒരു പക്ഷേ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എന്നെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മാർത്തോമ സഭയോടുള്ള നന്ദിയെയും ഈ സമയത്ത് ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പൊതുവേദിയിൽ ഞാൻ അറിയിക്കുന്നു. ഇതുപോലെ ഒരുപാട് കുട്ടികളെ വാർത്തെടുക്കുന്നതിന് സഭ വഹിക്കുന്ന പങ്ക് വലുതാണ്. നമുക്കെല്ലാവർക്കും സഭയ്ക്ക് വേണ്ടിയിട്ടൊരു കയ്യടി കൊടുക്കാം. താങ്ക് യു. ഇന്നത്തെ ടോക്ക് ഇൻസ്പിറേഷൻ ഫോർ സെൽഫ് ആൻഡ് ആസ്പിറേഷൻ ഫോർ സൊസൈറ്റി. നമുക്കറിയാം ലോകത്ത് 2 തരം വ്യക്തികളാണുള്ളത്, 2 തരം ആളുകൾ. 1 സാധാരണക്കാർ, 2 വിജയികൾ. സാധാരണക്കാരാകണോ വിജയികളാകണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. സാധാരണ ഒരു വ്യക്തിയായി ജനിച്ച് സാധാരണ ഒരു ജീവിതം നയിച്ച് സാധാരണ ഒരു മരണം വരിച്ച് അങ്ങനെ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർത്തും സാധാരണക്കാരാണ്. അവരുടെ ജീവിതത്തിൽ വലിയ ഈവൻസ് ഒന്നും സംഭവിക്കാറില്ല, അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല, സാധാരണമായ ജീവിതം. എന്നാൽ വിജയികളുടെ ജീവിതമോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കെയർഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് തോൽവികൾ നേരിട്ടതാണ്, കഷ്ടപ്പാടിലൂടെയും സ്ട്രഗിളിലൂടെയും കണ്ണുനീരിലൂടെയും കടന്നുപോയതാണ്. പക്ഷേ അവരാണ് വിജയികൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ സെൽഫായിട്ട് ആസ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ന് വന്നിരിക്കുന്ന എല്ലാ യുവതലമുറയുടെയും ആഗ്രഹം എന്താണ്? നമുക്ക് സക്സസ്ഫുൾ ആവണം. നമ്മളോട് തന്നെ ആസ്പിറേഷൻ നൽകുന്നവരായിരിക്കണം അനുദിനം. നമ്മൾ സൊസൈറ്റിക്ക് ആസ്പിറേഷൻ നൽകുന്നവരായിരിക്കണം അനുദിനം. ഇതാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹത്തിന് എന്തൊക്കെ വേണമെന്ന് ബ്രീഫായിട്ട് പറയുന്നതായിരിക്കട്ടെ ഇന്നത്തെ അടുത്ത ഒരു 30 മിനിറ്റിൽ ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? ചേഞ്ചാണ്. മാറാൻ നമ്മൾക്ക് തയ്യാറാകണം, മാറാനുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ചേഞ്ച് വേണമെങ്കിൽ നമ്മുടെ ചിന്തകൾ ആ രീതിയിൽ വാർത്തെടുക്കണം. ചിന്തകൾക്ക് ശേഷം എന്താണ് വേണ്ടത്? ചിന്തകൾ മാത്രം മതിയോ? ചിന്തകൾക്ക് ശേഷം എന്താണ് വേണ്ടത്? പ്രവൃത്തി വേണം. അപ്പോൾ ഈ ചിന്തയ്ക്കും പ്രവൃത്തിക്കും ഇടയിൽ ഒരു വീക്കസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു ചിന്ത വന്നു അത് പ്രവർത്തിക്കാനായിട്ട് ഏറ്റവും വീക്കായിട്ടുള്ള ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ പ്രവൃത്തിക്കും ഇടയിൽ നിൽക്കുന്ന, നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ തടസ്സം അല്ലെങ്കിൽ ഏറ്റവും വലിയ ലിങ്ക്, അല്ലെങ്കിൽ ഇങ്ങനെ അക്ഷരിക അർത്ഥത്തിൽ പറഞ്ഞാൽ വീക്കസ്റ്റ് ആയിട്ടുള്ള ലിങ്ക്, ഒരു ബലമില്ലാത്ത ലിങ്ക് എന്താണ്? പറയാമോ ആർക്കെങ്കിലും? കഴിഞ്ഞ ക്ലാസ് ഫസ്റ്റ് ഹാഫ് ശ്രദ്ധിച്ച് കേട്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിൻ്റെ ഉത്തരം അതിലുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ തടസ്സം? നമ്മൾ തന്നെയാണ്. നമ്മുടെ സെൽഫ് തന്നെയാണ് നമ്മുടെ ചിന്തയിൽ നിന്നും നമ്മുടെ തോട്ടിലേക്ക് സക്സസ്ഫുൾ ആക്കി നടത്തുന്നതിൻ്റെ തടസ്സം. ഇനി ഇതൊന്ന് കണ്ടു നോക്കും. നമ്മൾ പല ബൗണ്ടറീസ് ഫേസ് ചെയ്യും ജീവിതത്തിൽ. ആദ്യത്തെ ബൗണ്ടറി ഞാൻ പറഞ്ഞു തന്നു, നമ്മൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കുന്ന ബൗണ്ടറിയാണ്. നമ്മൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കുന്ന വേലിക്കെട്ടാണ്. കുതിച്ചു പൊങ്കാനായിട്ട് അല്ലെങ്കിൽ കുതിപ്പ് തടയിടുന്ന നമ്മുടെ തന്നെ ചില തെറ്റായ പതിവുകൾ, നമ്മുടെ തന്നെ ചില തെറ്റായ ചിന്തകൾ, തീരുമാനങ്ങളൊക്കെയാണ് ആദ്യത്തെ ബൗണ്ടറി. ഇനി ഇതൊന്ന് കണ്ടു നോക്കൂ. അതെ, ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഞങ്ങളൊക്കെ കൊല്ലം കുറെ ആയി, ഒരുപാട് കണ്ടതാ കോടതി വരാൻ കേട്ടാ. എടപ്പാപ്പള്ളിക്കകത്ത് വർഷങ്ങളായും തൂക്കിടക്കുന്ന വവ്വാലല്ലോ സാർ. ഇന്നലെ വന്ന അച്ഛനല്ലേ കുർബാനല്ലോ. എന്താണിത്? അടുത്ത ബൗണ്ടറി. ചിലപ്പോൾ നമ്മുടെ കുതിപ്പിന് തടയിടുന്ന ബൗണ്ടറി എന്ന് പറയുന്നത് മറ്റുള്ളവർ നിർമ്മിക്കുന്ന ബൗണ്ടറി ആയിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ കൂടെ ഉള്ളവരായിരിക്കാം, നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, സമൂഹങ്ങളായിരിക്കാം. നമ്മൾ എവിടെയാണോ ആയിരിക്കുന്നത് അവർ തീർത്ത് വയ്ക്കുന്ന ബൗണ്ടറിയാണ് അടുത്ത ബൗണ്ടറി. അപ്പോൾ ഈ വേലിക്കെട്ടിനെയെല്ലാം പൊളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്വം. നമ്മളായിട്ട് ഉണ്ടാക്കി വയ്ക്കുന്ന ബൗണ്ടറി, മറ്റുള്ളവരായിട്ട് ഉണ്ടാക്കി വയ്ക്കുന്ന ബൗണ്ടറി, ആ വേലിക്കെട്ടുകളെ പൊളിക്കുക. ഒരുപക്ഷെ ചിലരുടെ ചില വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത സാഹചര്യങ്ങളായിരിക്കാം, നമുക്ക് പ്രൊവൈഡ് ചെയ്യാത്ത, അർഹതയുണ്ടായിട്ടും നമുക്ക് കിട്ടാത്ത അവസരങ്ങളായിരിക്കാം. ഇതൊക്കെ തന്നെ ബൗണ്ടറീസ് ആയിട്ട് വരുന്നു. ആ വേലിക്കെട്ടുകളെ പൊളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഇതിനാദ്യം വേണ്ടത് നമ്മൾ സ്വയം ശാക്തീകരിക്കപ്പെടുക, എംപവേർഡ് ആകുക എന്നുള്ളതാണ്. ഈ എംപവേർഡ് ആവണമെങ്കിൽ എന്താണ് വേണ്ടത്? നമ്മുടെ അറിവിനെ വർദ്ധിപ്പിച്ചെടുക്കണം, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയെ വർദ്ധിപ്പിച്ചെടുക്കണം, നമുക്ക് ട്രെയിനിങ് ആവശ്യമായിട്ടുണ്ട്, അത് വേണം. ഇതൊക്കെ നേടിക്കഴിയുമ്പോൾ നമ്മൾ കോമ്പിറ്റൻ്റ് ആവും, നമ്മുടെ സ്കില്ലിൽ നമ്മൾ ഏറ്റവും മികച്ചവരാകും, നമുക്ക് റെക്കഗ്നേഷൻ കിട്ടും.
അത് തന്നെയല്ല, നമുക്ക് പിന്നെ എന്ത് വേണം എന്ത് വേണ്ട എന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യവും നമുക്ക് കിട്ടുന്നു. ഇനി ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് വരുന്നത്? ചലഞ്ചസ് വരുന്നത്. സാധാരണ മനുഷ്യനൊരു ചലഞ്ച് വന്നാൽ എന്ത് ചെയ്യും? കഴിവതും അതിനെ ഒഴിവാക്കി പോകാനായിട്ട് ശ്രമിക്കും. കഴിവതും ഈ ചലഞ്ചസ് ഫേസ് ചെയ്യാതെ അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് പോകും. എന്നാൽ ജീവിതത്തിൽ വിജയം വരിച്ചവരോ അല്ലെങ്കിൽ വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നവരോ അതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിനെ ഫേസ് ചെയ്യണം. അതിനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ എംപവേർഡ് ആവും. അടുത്തത്, നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കണം. നമ്മളെക്കൊണ്ട് സാധ്യമാണോ ആകുന്നതാണോ നമുക്ക് നോക്കണം. കട്ടിലൊന്നാണെങ്കിലും കാല് 4 വേണം. അപ്പം അത്തരം രീതിയിൽ നമുക്ക് നമ്മുടെ അറിവിനെ വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റുമോ? നമുക്കതിനുള്ള സമയമുണ്ടോ? നമ്മൾ അതിനുള്ള ആഡിക്വേറ്റ്ലി ട്രെയിൻഡ് ആണോ? ഇതൊക്കെ നമ്മൾ നോക്കേണ്ടത് ആവശ്യമുണ്ട്. ഇത് പ്രാവർത്തികമാകാൻ പറ്റുമോ? അടുത്തത്, പ്രാവർത്തികമാക്കാൻ പറ്റിയാൽ ഇത് വർത്താണോ? ഇതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ട് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമുക്കോ സമൂഹത്തിനോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതൊക്കെയും നമ്മൾ സ്വയം ചോദിക്കേണ്ട ആവശ്യമാണ്. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. കോൺസിക്വൻസസ് സാധാരണ 2 തരത്തിലാണ്. പോസിറ്റീവ് കോൺസിക്വൻസസ് ഉണ്ട്, നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ട്. സാധാരണഗതിയിൽ നെഗറ്റീവ് കോൺസിക്വൻസസ് കണ്ടിട്ട് ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടും, അല്ലെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തിവെക്കും. അവിടെ വെച്ച് നിർത്തിവെക്കുമ്പോൾ എന്താ പറ്റുക? നമുക്ക് കുതിക്കാനായിട്ട് നമ്മൾ തന്നെ സൃഷ്ടിച്ച് വെച്ച ഒരു തടസ്സമായിട്ടത് മാറുന്നു. അടുത്ത, സെൽഫ് ഇൻസ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ മറ്റ് ചില കാര്യങ്ങളൂടെ ഉണ്ട്. വേഗത്തിൽ പറയാം. അത് നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെ നമ്മൾ തന്നെ കണ്ടെത്തി അതിനെ മറികടക്കേണ്ടത് ആവശ്യമാണ്. അപ്പം ഓരോ തടസ്സങ്ങളും എന്താണെന്ന് നമുക്ക് വേഗത്തിൽ നോക്കാം. അങ്ങനെ നമ്മൾ സ്വയം പ്രബുദ്ധരായിട്ട് സ്വയം ഇൻസ്പയർഡ് ആയിട്ട് വന്നതിന് ശേഷമേ നമുക്ക് സമൂഹത്തെ ഇൻസ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നോക്കുക. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ നന്മയെ കൊയ്തെടുക്കുക. ഈ നന്മയെ കൊയ്തെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ നമ്മളെ ഫോളോ ചെയ്യും. എൻ്റെ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ സൈക്കാട്രിസ്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. സൈക്കാട്രി സ്പെഷ്യാലിറ്റി എടുത്തപ്പോൾ ഒരു വ്യക്തി പോലും എന്നെ പ്രോത്സാഹിപ്പിച്ചില്ല. പട്ടിൻ്റെ ഡോക്ടർ, ഭ്രാന്തിൻ്റെ ഡോക്ടർ, പലരോട് നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോൾ അന്ന് പ്രായവും കുറവാണ്. അപ്പോൾ പലരോട് നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോൾ 100 അഭിപ്രായങ്ങൾ വരും. പേഷ്യൻസ് ഒന്നും ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും നാണക്കേടാണ് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ. വേറെ ഗൈനക്കോളജിയോ പീഡിയാട്രിക്സോ അങ്ങനത്തെ ഒക്കെ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ശരിയാവില്ല. ഞാൻ അനസ്തേഷ്യ PG ജോയിൻ ചെയ്ത് 3 മാസത്തിന് ശേഷം സൈക്കാട്രിയിലേക്ക് മാറി വന്നതാണ്. ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് മാറി വന്നതാണ്. അതെല്ലാവരും എന്നെ വിഡ്ഢിയാണെന്ന് പറഞ്ഞു. ആരെങ്കിലും അനസ്തേഷ്യ സീറ്റ് വിട്ടിട്ട് സൈക്കാട്രിയിലേക്ക് പോകുമെന്ന് ചോദിച്ചു. നമ്മളെപ്പോഴും ചേഞ്ചിന് തയ്യാറാകണം. ചേഞ്ചിന് തയ്യാറാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സിൽ ചിന്തിക്കേണ്ട ഒരു കാരണങ്ങൾ വരും. നമ്മുടെ കംഫർട്ട് സോൺ വെടിയേണ്ട വരും. ഓരോന്നും ഇനി വരുന്ന സ്ലൈഡ്സിലൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇവോൾവിങ് സെൽഫാണ്. നമ്മളുടെ ഉള്ളിലെ ഒബ്സ്റ്റക്കിൾസ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക, അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക. ഇതൊന്ന് കണ്ടോളൂ. I was the first non-speaking Indian captain who couldn't speak English. And selector was worried, how can we make Kapil Dev captain? I still remember, how can we make Kapil Dev captain? He can't speak English. In my mind, I said that, bring a person from Oxford or Cambridge, he will speak, I'll play. Same thing happened. I said many times also, went to Australia. He said, you come here to die. I said, no, I come here to play. My senior, Venkat Rag, once said, no, he's saying, have you come here today? എന്താണിത്? കപിൽ ദേവിന് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അപ്പോൾ അന്നത്തെ എല്ലാവരുടെയും സംശയം എന്തായിരുന്നു? കപിൽ ദേവിനെ മറ്റ് രാജ്യങ്ങളിൽ വിട്ടാൽ എങ്ങനെ കളിക്കും? ഇന്ത്യയുടെ വേൾഡ് കപ്പ് എന്നാ വിൻ ചെയ്തതെന്നറിയാമോ? 1983. അന്നത്തെ ക്യാപ്റ്റൻ ആരായിരുന്നു? കപിൽ ദേവ്. അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ഒരു ലിമിറ്റേഷനായിട്ട് ആൾക്കാർ കരുതി വെച്ച കപിൽ ദേവ് കപ്പുമായി ഇന്ത്യയിലേക്ക് വേൾഡ് കപ്പുമായി തിരികെ എത്തി. അതിനുശേഷം അങ്ങനെ നല്ല ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് ഇപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ സ്വന്തം സ്ട്രെങ്തിനെയും വീക്ക്നെസ്സസിനെയും നമ്മൾ തിരിച്ചറിയണം. സ്വന്തം സ്ട്രെങ്തിനെയും വീക്ക്നെസ്സസിനെയും തിരിച്ചറിയുമ്പോൾ നമുക്കൊരു പക്ഷേ ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരാം. എനിക്കിതറിയത്തില്ല, അല്ലെങ്കിൽ ഇതെനിക്ക് വശമില്ല, അല്ലെങ്കിൽ എനിക്ക് ഭയമാണ്, എനിക്കിതിനെപ്പറ്റി വലിയ ജ്ഞാനമില്ല. ഇത്തരം തോന്നലുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകും.
അപ്പോൾ ഇത്തരം ആത്മവിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെങ്തിനെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ സക്സസ്സിനെയും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. അതിനുശേഷം ചെറുതായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നതായിട്ട് നമുക്ക് തന്നെ ഒരു റിയലൈസേഷൻ കിട്ടും. നമ്മുടെ സ്ട്രെങ്തിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ നമ്മുടെ വീക്ക്നെസ്സിനെ കവർ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക. നമുക്ക് എന്തൊക്കെയാണ് അറിയാവുന്നത്, നമുക്ക് എന്തൊക്കെയാണ് സ്മാർട്ട്, നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിലാണ് നമ്മുടെ കഴിവ്, അത് നമ്മൾ മുഴപ്പിച്ച് കാണിക്കണം. നമ്മുടെ വീക്ക്നെസ്സിനെ കവറപ്പ് ചെയ്യാനും നമ്മൾ പഠിച്ചെടുക്കണം. അതാണ് നമ്മൾ വേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇവോൾവിങ് സെൽഫ്, അതായത് ഇവോൾവിങ് സെൽഫ് എന്ന് പറയുന്നത് ഒറ്റ ഒരു രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ വരുന്ന ഒരു മറിമായമല്ല. അത് ക്രമേണ വർഷങ്ങളുടെ പരിശ്രമം കൊണ്ട്, നിതാന്ത പരിശ്രമം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ ഇവല്യൂഷനിൽ നമ്മളെ സഹായിക്കാൻ പോകുന്നത് നമ്മുടെ സ്ട്രെങ്തിനെ നമ്മൾ വീണ്ടും ബലപ്പെടുത്തിയെടുക്കുക, നമ്മുടെ പോസിറ്റീവ് ആസ്പെക്ട്സിനെ നമ്മൾ വീണ്ടും ബലപ്പെടുത്തിയെടുക്കുക, നമ്മുടെ നെഗറ്റീവ് ആസ്പെക്ട്സിനെ, നമ്മുടെ ബലഹീനതകളെ നമ്മൾ കവറപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് നമ്മൾ സ്വയം പര്യാപ്തരാകുക, അതിന് വേണ്ടുന്ന ടെക്നിക്സ് നമ്മൾ ആവിഷ്കരിച്ചെടുക്കുക എന്നുള്ളതാണ് അഭികാമ്യം. ഇനി അടുത്തത് കോൺഗ്രുവൻറ്റ് സെൽഫാണ്. കോൺഗ്രുവൻറ്റ് സെൽഫ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. പക്ഷെ അവിടെ നമ്മളോട് തന്നെ നീതി പുലർത്തുന്നത് ആയിരിക്കണം. കഠിനാധ്വാനം ആവശ്യമാണ്. അതുപോലെ തന്നെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. മൂല്യത്തെ മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാണ്. ഇത് മൂന്നും ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് ദൈനംദിനമായിട്ട് നമ്മുടെ സ്ട്രെങ്തിനെ വളർത്തിയെടുത്ത് നമ്മുടെ ബലഹീനതകളെ എത്രയും കുറയ്ക്കാമോ അത്രയും മിനിമൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഘടകം ഈ മൂന്നാണ്. അടുത്തത് ധൈര്യമാണ് നമുക്ക് വേണ്ടത്. ഒരു കറേജസ് സെൽഫാണ് നമുക്ക് വേണ്ടത്. ഇതൊക്കെയുണ്ട്. നമ്മുടെ പ്ലാൻസ് എല്ലാം, പദ്ധതിയെല്ലാം ഒരുക്കി അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. നമ്മുടെ പോസിറ്റീവ് ആസ്പെക്ട്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, നമ്മുടെ നെഗറ്റീവ് ആസ്പെക്ട്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചെടുത്തു. അടുത്തത് നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിനാദ്യം വേണ്ടത് ഒരു റിയലൈസേഷനാണ്. നമ്മളെ തന്നെ ഒന്ന് അളക്കുക. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ തന്നെ ചെക്ക് ചെയ്യുക, നമ്മുടെ സാഹചര്യങ്ങളെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചരിത്രത്തിലൂടെയും പഠിക്കുക. പല കാര്യങ്ങളും പല രീതിയിൽ ഒരു പക്ഷേ ചരിത്രം ആവർത്തിച്ച് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ചരിത്രത്തിൽ നിന്നും പഠിക്കുക. നമ്മുടെ അറിവില്ലായ്മ തടസ്സമാണെന്ന് ഗ്രഹിച്ച് ആ അറിവില്ലായ്മയെ മറികടക്കാനായിട്ട് നമ്മൾ പഠിക്കുക. അടുത്തത് ക്ഷമയില്ലായ്മയാണ്. പലപ്പോഴും പലർക്കും പറ്റുന്നൊരു അബദ്ധം എന്ന് പറയുന്നത് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കും, ഈ രീതിയിൽ മാറണമെന്നൊക്കെ തീരുമാനിക്കും, ഈ രീതിയിൽ മുന്നോട്ട് പോകണമെന്നൊക്കെ തീരുമാനിക്കും. പക്ഷെ പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് അപ്പോൾ നേടണം. ഒരു കാത്തിരിപ്പിന് അവർക്ക് ശേഷിയില്ല. അപ്പോൾ തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടിയില്ലെങ്കിൽ അവർക്ക് ആ പദ്ധതി ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ഇനി അത് വേണ്ട എന്നുള്ള നിലയിൽ അവർ പോകും. അടുത്തൊരു പ്രധാന പ്രശ്നം നമ്മുടെ കുതിപ്പിനെ തടയിടുന്നത് തോൽവിയെക്കുറിച്ചുള്ള ഭയമാണ്. പലപ്പോഴും ഈ തോൽവിയെക്കുറിച്ചുള്ള ഭയം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്നമായിരിക്കണമെന്നില്ല. നമ്മൾ തന്നെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നതായിരിക്കാം തോൽവിയെക്കുറിച്ചുള്ള ഭയം. ഇത്തരം ഭയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സാധാരണ റിയാക്ട് ചെയ്യുന്നത്? നമ്മളവിടെ പോകാനായിട്ട് മടിക്കും. തോറ്റു പോകുമെന്ന് വിചാരിക്കും. നമ്മൾ എന്താ ചെയ്യുന്നത്? പോകണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. 2, നമുക്ക് ആ ത്വര നഷ്ടപ്പെടും. കാരണം തോൽവിയെ ഭയന്നിരിക്കുന്നു, അപ്പോൾ നമുക്ക് ത്വര നഷ്ടപ്പെടും. 3, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ആകാംക്ഷ നഷ്ടപ്പെടും. ഔട്ട് ഓഫ് ദ ബോക്സിൽ ചിന്തിക്കാൻ നമുക്ക് സാധിക്കാതെ വരും, കാരണം തോറ്റുപോകുമോ എന്നുള്ളൊരു ഭയം. എല്ലാത്തിലും ഉപരി നമ്മൾ സേഫ് സോണിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കും. എന്താണ് സേഫ് സോൺ? നമ്മുടെ ഒരു കംഫർട്ട് സോൺ, അതിലിരിക്കാനായിട്ട് ശ്രമിക്കും. പലപ്പോഴും സ്ഥാനക്കയറ്റം കിട്ടും, പ്രൊമോഷൻ കിട്ടുമെന്ന് പറഞ്ഞാലും പോകാതെ ഇരിക്കും. കാരണം ദൂരയാത്ര ചെയ്യാൻ വയ്യ, കഷ്ടപ്പെടാൻ വയ്യ, ഉത്തരവാദിത്തങ്ങൾ അഡീഷണലായിട്ട് ഏറ്റെടുക്കാൻ വയ്യ എന്നുള്ള കാരണം കൊണ്ട് പല വ്യക്തികളും പ്രൊമോഷൻ വേണ്ടാന്ന് വെച്ചവരുണ്ട്. ഇതൊന്ന് കണ്ടു നോക്കും. അതെന്താണ്? കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും. ചിലർക്ക് അങ്ങനെയാണ്, ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു 10 ആൾ ഒരുമിച്ചുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തെന്ന് വരുത്തി തീർക്കും.
ഇതും നമ്മുടെ കുതിപ്പിന് തടയിടുന്ന ഒരു കൺസെപ്റ്റാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റാനായിട്ട് തയ്യാറാകണം. അടുത്തത് സർവേലൻസ് വേണം, നമുക്ക് നിരീക്ഷിക്കണം. നമ്മുടെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കണം. നമ്മൾ എത്രമാത്രം വ്യത്യാസം വന്നു, എത്രമാത്രം നമ്മൾ മുന്നേറി. നിസ്സാരം ഒരു എക്സസൈസ് ചെയ്താൽ പോലും എത്ര ചുവട് നടന്നു, എത്ര കാലറീസ് ബേൺ ചെയ്തു, ഇത് നമ്മൾ സൂക്ഷ്മതയോടെ മോണിറ്റർ ചെയ്യണം. നമ്മുടെ ഓരോ പ്രവൃത്തിയും, നമ്മുടെ ഓരോ എഫേർട്ടും നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മളെ തന്നെ സർവൈലൻസ് നടത്തേണ്ടതും ആവശ്യമാണ്. ഇനി അടുത്തത്, ചിലപ്പോൾ നമ്മുടെ കുതിപ്പിന് തടയിടുന്ന ചില പ്രശ്നങ്ങളാണ്. വേറെ ലെവലാടാ നീ. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. നിനക്ക് ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ? എടാ, കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് തുറന്നു പറഞ്ഞവനാണ് യഥാർത്ഥ സുഹൃത്ത്. അല്ലാണ്ട് ഈ ആത്മവിശ്വാസം ഉണ്ടാക്കണവൻ. എന്താണത്? അതായത് പലപ്പോഴും പല രീതിയിൽ നമുക്ക് സ്വാധീനങ്ങൾ വരും. പേരൻസ് ആയിരിക്കാം പലപ്പോഴും നിങ്ങൾ ഇന്നതാകണം ഇന്നതാകണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കതിന് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല, നിങ്ങൾക്കതിന് ടാലൻ്റ് ഉണ്ടാവില്ല, നിങ്ങൾക്കതിന് അഭിരുചി ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ എക്സ്റ്റേണലി നമ്മളെ സ്വാധീനിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും. അപ്പം മറ്റുള്ളവരുടെ തീരുമാനം അനുസരിച്ചിട്ടല്ല നമ്മുടെ തീരുമാനം വയ്ക്കേണ്ടത്, മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് അനുസരിച്ചിട്ടല്ല, അവരുടെ ആഗ്രഹം അനുസരിച്ചിട്ടല്ല. കാരണം ജീവിതം നിങ്ങളുടെയാണ്, അതുകൊണ്ട് ആഗ്രഹം നിങ്ങളുടേതാണ് വരേണ്ടത്. ആ രീതിയിൽ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാനായിട്ട് പറ്റത്തുള്ളൂ. മറ്റൊരു രീതിയിൽ നമ്മുടെ ലൈഫിൽ ഒരു തടസ്സമായി ഒബ്സ്റ്റക്കിളായിട്ട് വരുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. എക്സ്റ്റേണൽ കമ്പൽഷൻ എന്നും കൂടെ നമുക്കതിനെ പറയാം. നമ്മുടെ സ്വന്തം തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി നമ്മൾ നേടിയെടുക്കണം. അതല്ലാതെ കമ്പൽഷനിലൂടെ അച്ഛൻ പറഞ്ഞിട്ടോ അമ്മ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിന് ഇതാണ് ആവശ്യമെന്ന് അറിഞ്ഞിട്ടോ ഒന്നുമല്ല. നമുക്ക് എന്താണോ ഇഷ്ടം, നമുക്ക് എന്താണോ താല്പര്യം, അതിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് ചുവട് വെക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഇനി ലാക്ക് ഓഫ് ക്ലാരിറ്റി, കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇല്ലെന്നുണ്ടെങ്കിൽ, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അറിവില്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് നമ്മുടെ കുതിപ്പിനെ തടയിടാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ലക്ഷ്യം നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ടതും ആവശ്യമാണ്. അത് നമ്മൾ ക്ലിയർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് ആ ലക്ഷ്യത്തിലെത്താനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഹോംവർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത്തരം ക്ലാരിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ, അത് തന്നെയല്ല നമുക്കിത് സമയക്ലിപ്തമായിട്ട് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ മുന്നിലുള്ള സമയത്തിനുള്ളിൽ, സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ക്ലാരിറ്റിയും കൂടെ നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ വഴിമുട്ടിപ്പോകാനുള്ള ഒരു പ്രധാന കാരണം ഇങ്ങനെ ക്ലാരിറ്റി ഇല്ലായ്മയാണ്. അടുത്തത്, Vijay, you're super, Vijay. You are an opportunity. You can do everything under the sky. Your potential is unlimited and you're super, Vijay. എന്താ നിർത്തി കളഞ്ഞത്? ബാക്കിയോടെ പറ. You are excellent. You are excellent, you are amazing and you're fabulous, Vijay. Very good. ഇന്ന് ഇത്ര മതി മോനെ, ഇനി ബാക്കി സ്കൂളിൽ നിന്ന് വന്നിട്ട്. ബാക്കി വൈകിട്ട്. എന്താണിത്? സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക, സെൽഫായിട്ട് പോസിറ്റീവായിട്ട് സംസാരിക്കുക. അപ്പോൾ നെഗറ്റീവ് സെൽഫ് ടോക്കാണ് എന്താ ഉണ്ടാവുക? പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു പ്രശ്നമാണ് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള എന്നെക്കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവില്ല, മറ്റുള്ളവർ ചെയ്താലാണ് ഇച്ചിരി ഭേദമാകുന്നത്, എനിക്കതിനുള്ള കഴിവില്ല. ഇത്തരം രീതിയിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ തന്നെ തളർത്തുന്ന പരാമർശങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും വരും. ഇത്തരം നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടിവേഷനും ഇല്ലാതെ വരും. നമ്മളെ തന്നെ സംശയം തോന്നും, നമ്മുടെ കാലിബറിനെ സംശയം തോന്നും, നമ്മുടെ പ്രാവീണ്യത്തെ നമ്മൾ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ ഏതെങ്കിലും തരത്തിൽ ഉള്ളൊരു നെഗറ്റീവ് തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ പോസിറ്റീവ് തോട്ട് കൊണ്ട് റീപ്ലേസ് ചെയ്ത് നമ്മൾ നമ്മെ തന്നെ സ്വയമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ജീവിക്കാനായിട്ടുള്ള പ്രാപ്തി നമ്മൾ നേടിയെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ആങ്സൈറ്റി പിടിപെടും, ഉത്കണ്ഠ പിടിപെടും. ഇത്ര നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഉത്കണ്ഠ വരും, ആങ്സൈറ്റി വരും. ഉത്കണ്ഠ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പെർഫോമൻസിനെ അത് നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് മോട്ടിവേഷൻ ഇല്ലായ്മ. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ അൺമോട്ടിവേറ്റഡ് ആയിട്ട് മാറും.
ഉള്ളിലുള്ള ഊർജം ഇല്ലാതെ വരും, ഉള്ളിലുള്ള എനർജി ഇല്ലാതെ വരും, ഉള്ളിലുള്ള ത്വര കുറഞ്ഞു വരും. ഇത്തരം രീതിയിൽ ഉള്ളിൽ ത്വര കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ പെർഫോമൻസിൻ്റെ അളവും കുറഞ്ഞു വരും, നമ്മുടെ ഔട്ട്പുട്ടും കുറഞ്ഞു വരും. അതുകൊണ്ട് ഇതെങ്ങനെ മറികടക്കാമെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നമ്മുടെ ഗോൾസ് നമ്മുടെ മോട്ടിവേഷനുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ജീവിക്കാനായിട്ട് പഠിക്കണം. ഐ കാണ്ട് എന്നുള്ളത് ടി വെട്ടി മാറ്റി ക്യാൻ ആക്കണം, സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആകണം. ഇങ്ങനെ സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ എന്നും ഞാൻ സൂപ്പറാണെന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? പോരാ. എത്രമാത്രം നമ്മളതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നു, എത്രമാത്രം നമ്മൾ നമ്മളെ തന്നെ മോഡിഫൈ ചെയ്യുന്നു, എത്രമാത്രം നമ്മൾ പുതിയ രീതിയിലേക്ക് നമ്മളെ അഡാപ്റ്റ് എടുക്കുന്നു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതും ആവശ്യമാണ്. അടുത്തത്, എടാ പെരുങ്കള്ള, 10,000 രൂപ കട്ടത് നിന്റെ അച്ഛനാടാ. അമ്മയുടെ കള്ളയൊപ്പിട്ട് 60 സെന്റ് സ്ഥലം തട്ടിയെടുത്തത് നീയാണടാ. എന്റെ മുഖത്ത് നോക്കി നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് നിന്റെ അവസാനമായിരുന്നേനെ. ധൈര്യമുണ്ടെങ്കിൽ നീ കടലോട്ട് വാടാ. വരുന്നടോ. അല്ലെങ്കിൽ നാളെ ആവട്ടെ. എന്താണിത്? പലപ്പോഴും യുവാക്കൾക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ്. ആവേശത്തോടെ എടുത്തു ചാടും, ഞാൻ ഇപ്പം ചെയ്യും, ഇപ്പം ചെയ്ത് കളയുന്നതുകൊണ്ട് എടുത്തു ചാടും. പക്ഷെ കാര്യത്തോടെ എടുക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? പ്രോക്രാസ്റ്റിനേഷൻ. പലപ്പോഴും യുവാക്കൾ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്, പ്രോക്രാസ്റ്റിനേഷൻ എങ്ങനെയാണ് മറികടക്കേണ്ടത് ഡോക്ടറെ? ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഏറ്റവും ഒടുവിലത്തേക്ക് മാറ്റിവെക്കും, ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അവസാനത്തേക്ക് മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ അതും നമ്മുടെ കുതിപ്പിനെ തടയിടുന്ന ഒന്നാണ്. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഏറ്റവും ബുദ്ധിമുട്ടുള്ളതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ചെറിയ ചെറിയ ടാസ്ക്കായിട്ട് ബ്രേക്ക് ചെയ്ത് നമ്മൾ ഓരോ ടാസ്കും മറികടന്ന് ഓരോ ഗോൾസും ചെറിയ ഗോൾസായിട്ട്, വലിയ ഗോളിനെ ചെറിയ ഗോൾസായിട്ട് തട്ട് ചെയ്യണം. ആ ഓരോ തട്ട് നമ്മൾ കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് കുതിപ്പിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ചെറിയ തട്ടുകളാവുമ്പോൾ, ചെറിയ സ്റ്റെപ്സ് ആവുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് എളുപ്പം. നമ്മുടെ കുതിപ്പിനെ തടയിടുന്ന മറ്റൊരു കാര്യം മടി. പലപ്പോഴും മടിയാണ് നമ്മളെ മുന്നോട്ട് വിടാതെ പുറകോട്ട് വലിക്കുന്ന കാര്യം. ചെറിയ ചെറിയ മടികളാണ്. എത്ര പേര് ഫാൻ ഓഫ് ചെയ്യാൻ അമ്മയെ വിളിച്ചിട്ടുണ്ട്? കുറേ അധികം പേരുണ്ടാവും. കാരണം നമ്മൾ വിചാരിക്കും നിസ്സാര കാര്യമാണെന്ന്. പക്ഷേ ഈ നിസ്സാര കാര്യത്തിൽ പോലും മടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കരിയർ ബിൽഡിങ്ങിൻ്റെ സമയത്തും ഇതേ മടി, ഇതേ ശീലം നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഇതേ ശീലം വന്നു കഴിയുമ്പോൾ നമ്മുടെ കുതിപ്പിനെ അത് തടയിടുക തന്നെ ചെയ്യും. അതാണ് മടി. അടുത്തത്, ചില ആൾക്കാർക്കെങ്കിലും ഉള്ള ഒരു പ്രശ്നമാണ് പെർഫെക്ഷനിസം. എല്ലാം പെർഫെക്റ്റായിട്ട് വേണം. അതേ രീതിയിൽ പോയെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പെർഫെക്ഷനിസം എന്നത് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അത് നമ്മളെ അനുദിനം എക്സൽ ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു പേഴ്സണാലിറ്റി പാറ്റേൺ ആണ്. അത് തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷെ അതൊരു ട്രേറ്റ്സിൽ നിൽക്കണം. അത് പക്ഷേ അമിതമായിട്ട് ക്രോസ് ചെയ്താൽ അതൊരു തടവറയായിട്ട് മാറും, അതൊരു തടങ്കലായിട്ട് മാറും. അതും നമ്മുടെ കുതിപ്പിനെ തടയിടുന്ന ഒന്നാണ്. അതുകൊണ്ട് പെർഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിനെ ശകലം മാറ്റിയെടുക്കണം. എല്ലാം ഫ്ലോലെസ് ആയിട്ട് പോകുന്നത് അല്ല ജീവിതം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. അത് തന്നെയല്ല എല്ലാം പെർഫെക്റ്റാണ്, സ്മൂത്താണ് എങ്കിലേ നമുക്ക് സ്റ്റഡി ആയിട്ട് അഡ്വാൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല. നമ്മൾ ഓരോ ചെവിട് വയ്ക്കുമ്പോഴും എത്രമാത്രം ഗ്രോ ചെയ്യുന്നു, എത്രമാത്രം വളരുന്നു എന്നുള്ളതാണ് മുഖ്യമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത കുതിപ്പിനെ തടയിടുന്നതാണ് ഡിസ്ട്രാക്ഷൻ. നിങ്ങളുടെ പ്രായത്തിലുള്ളവർക്ക് സാധാരണ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണ് വരുന്നത്? ഏറ്റവും അധികം ഡിസ്ട്രാക്റ്റഡ് ആകുന്നത് എന്താണ്? ഇവിടെ ഇരുന്നപ്പോൾ ഏറ്റവും അധികം ഡിസ്ട്രാക്റ്റഡ് ആയത് എന്ത് വന്നപ്പോഴാണ്? എന്ത് വന്നപ്പോഴാണ് ഡിസ്ട്രാക്ഷൻ വന്നത്? ആരോ ഫോണെന്ന് പറഞ്ഞു, സോഷ്യൽ മീഡിയ, ഇമെയിൽസ്, ഡ്രഗ്സ്, ബിഹേവിയറൽ അഡിക്ഷൻ. എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകും. എന്തെങ്കിലും മെസ്സേജസ് വരുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകും. ഇതെല്ലാം തന്നെ യുവതലമുറയെ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങളാണ്. 2022 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന ഇതിൻ്റെ അഡിക്ഷൻസ് എല്ലാം തന്നെ മാനസിക രോഗത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒറ്റ കാര്യം മാത്രമാണ് മനോരോഗത്തിൻ്റെ പട്ടികയിൽ നമ്മൾ സ്വയം ഉണ്ടാക്കി വയ്ക്കുന്നത്.
അതുകൊണ്ട് സോഷ്യൽ മീഡിയ, ഇമെയിൽ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കണം, വേണ്ടാന്നല്ല. അത് പക്ഷേ തീർച്ചയായിട്ടും അതൊരു പരിധിക്കുള്ളിൽ പോയി ഒരു അഡിക്ഷൻ ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുപ്പിനെ തടയുന്നതാണ്. അടുത്തൊരു പ്രധാന വിഷയമാണ് ഡ്രഗ്സ്. പല യുവാക്കളിലെ കുതിപ്പിനെ തടയിടുന്നതാണ് ഡ്രഗ്സ്. തുടക്കത്തിൽ ഒരു ചെറിയ തോതിൽ ഒന്ന് ട്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, കൗതുകത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. പക്ഷേ പിന്നീട് അത് ആ ഒരു തടങ്കലിലേക്ക് അകപ്പെടുന്നു. പിന്നെ ഉള്ളതാണ് ബിഹേവിയറൽ അഡിക്ഷൻ. ഈ അഡിക്ഷൻസ് എല്ലാം ബിഹേവിയറൽ അഡിക്ഷൻ വരും. പിന്നെ യുവാക്കളിൽ കണ്ടുവരുന്ന അഡിക്ഷൻസ് ആണ് പോൺ മൂവി അഡിക്ഷൻ, മാസ്റ്റർബേഷൻ അഡിക്ഷൻ. ഇതൊക്കെയും തന്നെ കുതിപ്പിനെ തടയിടുന്നതാണ്. അടുത്തത് അറിവില്ലായ്മ. നമ്മൾ ഓരോ പ്രാവശ്യവും നമുക്ക് അറിവില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റിസോഴ്സസ് എടുക്കണം. റിസോഴ്സസും ഓപ്പർച്യൂണിറ്റീസും നമ്മൾ തേടി നമ്മുടെ അറിവിനെ വർദ്ധിപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കുതിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ലാക്ക് ഓഫ് നോളജും നമ്മുടെ കുതിപ്പിനെ തടയിടുന്ന ഒന്നാണ്. അടുത്തത് ലാക്ക് ഓഫ് റിസോഴ്സസ്. ചിലപ്പോൾ നമുക്ക് സമയമായിരിക്കും ഇല്ലാത്തത്, ചിലപ്പോൾ സാമ്പത്തിക സ്രോതസ്സായിരിക്കും ഇല്ലാത്തത്, ചിലപ്പോൾ നമുക്ക് മറ്റ് വഴികൾ തേടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരം ലാക്ക് ഓഫ് റിസോഴ്സസ് ഉണ്ടെങ്കിൽ അതും നമ്മുടെ കുതിപ്പിനെ തടയിടുന്നതാണ്. അതിന് നമ്മൾ പ്ലാൻ ബി അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ മറ്റ് ഓൾട്ടർനേറ്റ് പാത്വേസ് ചെയ്യേണ്ടതും ആവശ്യമാണ്. ഇനി നമ്മൾ മറന്നു പോകാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, തോൽവി ഓക്കെയാണ്. ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ. മുറിവേൽക്കുന്നതും ഓക്കെയാണ്. ഇറ്റ്സ് ഓക്കെ ടു ഗെറ്റ് ഇൻജോർഡ്. പക്ഷേ നമ്മൾ ഗുഡായിട്ട് മാത്രം ഇരിക്കുകയാണെങ്കിൽ അത് ഓക്കെ അല്ല. ഞാനൊരു നല്ല മനുഷ്യനാണ്, ഞാനൊരു നല്ല കുട്ടിയാണ്, ആ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, പ്രത്യേകിച്ച് സമൂഹത്തിന്. അതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രാപ്തി നേടിയെടുക്കണം. എങ്കിൽ മാത്രമേ സമൂഹത്തിന് പ്രയോജനമുള്ളവരായിട്ട് നമുക്ക് തീരാനായിട്ട് പറ്റത്തുള്ളൂ. മറ്റുള്ളവർക്ക് ഫലം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ സ്വയം ഫലം പുറപ്പെടുവിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തെയും ഇൻസ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ജനിച്ചിരിക്കുന്നത് തന്നെ ഉയരങ്ങളെ കീഴ്പ്പെടുത്താനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഉയരങ്ങളെ കീഴ്പ്പെടുത്താൻ ഉതകത്തക്ക രീതിയിലായിരിക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. അതേപോലെ നമ്മുടെ ഫോക്കസ് മാറിപ്പോയിക്കൂടാ, നമ്മുടെ കാഴ്ചപ്പാട് മാറിപ്പോയിക്കൂടാ, നമ്മുടെ ലക്ഷ്യബോധം മാറിപ്പോയിക്കൂടാ. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ നമ്മളവിടെ പതറിപ്പോകാറുണ്ട്. ഈ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ എന്താണ് തിരിച്ചറിയേണ്ടത്? അത് നമ്മളെ കൂടുതൽ ശോഭയുള്ളവരാക്കി തീർക്കുന്നതാണ്. നമ്മുടെ മാറ്റുരയ്ക്കുന്ന ഉരകല്ലാണ് പ്രതിസന്ധി എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. കഫേ കോഫിയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും യുവാക്കളുടെ ഹരമുള്ള കോഫിയാണ് കഫേ കോഫിയുടെ. അതിൻ്റെ ഓണർ ശ്രീ വി.ജി. സിദ്ധാർത്ഥ ചുരുക്കം ചില വർഷം കോവിഡിൻ്റെ സമയത്ത് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഏകദേശം 7200 കോടി രൂപ കടം വന്ന് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മാളവിക ഹെഗ്ഡെ. ഈ മാളവിക ഹെഗ്ഡെ ഒരു എഞ്ചിനീയർ ആയിരുന്നു. പക്ഷെ അവരൊരു സാധാരണ ജീവിതത്തിൽ സാധാരണ രീതിയിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടിയ ഒരു സ്ത്രീയായിരുന്നു. തൻ്റെ ഭർത്താവിന് ഇത്രയും അധികം കോടി കടം വന്നു, ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഫാക്കൽറ്റീസ്, അതുവരെ ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്യാതിരുന്ന ഫാക്കൽറ്റീസിനെ ഡെവലപ്പ് ചെയ്തെടുത്ത് വെറും 2 വർഷം കൊണ്ട് ഈ 7200 കോടി കടം എന്നുള്ളത് വെറും 500 കോടി കടമാക്കി അവർ ചുരുക്കിയെടുത്തു. ആ ഒറ്റ ഒരാളുടെ ദൃഢനിശ്ചയം, ആ ഒറ്റ ഒരാളുടെ വീക്ഷണം എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ദുരന്തം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ളതല്ല. അതിന് മുമ്പേ തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത ബ്രെയിനിലെ ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ച് അത് പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്ന് അത് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ആവശ്യമാണ്. ഇപ്പോൾ പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ അത് നല്ലതിനാണ് വേണ്ടിയിട്ട് ആലോചിക്കണം. വീട്ടിൽ കൃഷിയുള്ളവർക്കൊക്കെ അറിയാം, മാവാണെങ്കിലും പ്ലാവാണെന്നുണ്ടെങ്കിലും ആ തൈ ഒരുപാട് ശിഖരങ്ങൾ വന്ന് ഒരുപാട് ഫലം കായ്ക്കുന്നതിന് ഒരു സൂത്രം ചെയ്യാറുണ്ട്. എന്താണത്? വീട്ടിൽ കൃഷിയുള്ളവർക്കറിയാം. മോതിരവളയം ഇട്ട് കൊടുക്കും. അതായത് അതിൻ്റെ പട്ട ചെറുതായിട്ട് മുറിച്ചു മാറ്റും മോതിരത്തിൻ്റെ ഷേപ്പിൽ, തടി കേട് വരാതെ. എന്തിനാണത് ചെയ്യുന്നത്? അങ്ങനെ പട്ടയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളത്തെയും താഴത്തെയും ശിഖരങ്ങൾ നല്ലപോലെ കായ്ച്ച് ഫലം കായ്ക്കും, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെയാണ്. പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് വേദന എടുക്കും, നമുക്ക് സങ്കടം വരും, നൊമ്പരം വരും. പക്ഷേ അത് നമ്മൾ കൂടുതൽ കരുത്തുറ്റുള്ളവരായി തീരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രതിസന്ധി എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത് വരുന്നൊരു പ്രശ്നമാണ് അസൂയ. നമുക്കൊരു പക്ഷേ മറ്റുള്ളവരോട് തോന്നാം
മറ്റുള്ളവർക്ക് ഒരുപക്ഷെ നമ്മളോട് തോന്നാം. അസൂയ വരുമ്പോൾ നമ്മൾ എന്താ തിരിച്ചറിയേണ്ടത്? എന്നെക്കാൾ നന്നായി അവൻ കഷ്ടപ്പെട്ടു, എന്നെക്കാൾ നന്നായി അവൻ അധ്വാനിച്ചു, അതുകൊണ്ട് ഞാനും അതേപോലെ അധ്വാനിച്ചാൽ മാത്രമേ അവൻ്റെ ഒപ്പം എനിക്ക് ഉയരാൻ പറ്റുകയുള്ളൂ എന്ന ഒരു പോസിറ്റീവ് വികാരമായിട്ട് ഈ നെഗറ്റീവ് വികാരമായ അസൂയയെ നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. പിന്നെ പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നതാണ്, എന്തുകൊണ്ട് ഞാൻ മാത്രം? എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല. ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധി വന്നിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ അങ്ങനെയാണ് തുടങ്ങിയത്. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക? നമ്മുടെ മനസ്സിനെ സ്ട്രെങ്തൻ ചെയ്തെടുക്കുക. ഓരോ സ്റ്റെപ്സും നമ്മൾ കീഴ്പ്പെടുത്തി പോകുക. സ്ട്രഗിൾ ചെയ്യാനായിട്ട് മടി വിചാരിക്കാതിരിക്കുക. കഷ്ടപ്പെടാനായിട്ട് മടി ഇല്ലാതിരിക്കുക. ഹാർഡ് വർക്ക്, നിതാന്ത പരിശ്രമം വളരെയധികം ആവശ്യമാണ്. പിന്നെ ഡിസിപ്ലിൻഡ് ലൈഫ് ആവശ്യമാണ്. കുത്തഴിഞ്ഞ ജീവിതമാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടന്നുറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം അടുക്കും ചിട്ടയോടും കൂടെ പോകേണ്ടത് ആവശ്യമാണ്. ഡിസിപ്ലിൻഡ് ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ലെവലിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ മുന്നേ പറഞ്ഞതുപോലെ ഫെയിലിയേഴ്സ് വരുമ്പോൾ അത് ചലഞ്ചസ് ആയിട്ട് നമ്മൾ ഏറ്റെടുക്കുക. പിന്നെ ഗുണനിലവാരം വേണം, സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഇന്നലെ ഞാൻ എങ്ങനെയായിരുന്നോ അതേ രീതിയിൽ തന്നെ ഇന്നും ആകണം. നമ്മൾ ഡിറ്റോറിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല, താഴേക്ക് പോകാനായിട്ട് പാടില്ല. പിന്നെ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളും വാദങ്ങളും അവസാനിപ്പിക്കാം. പലപ്പോഴും നമ്മുടെ സമയം, നമ്മുടെ ഊർജം എല്ലാം തന്നെ വേസ്റ്റായി പോകുന്നത് അനാവശ്യ തർക്കങ്ങളും വാദങ്ങളുമാണ്. ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപഴകാതിരിക്കുക, അതിനെ അവോയ്ഡ് ചെയ്ത് പോകുക. ആ സമയം നമ്മുടെ കുതിപ്പിനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് എടുക്കുക. പിന്നെ സമ്മർദ്ദം കൈകാര്യം ചെയ്യുക. ഞാൻ ഓർത്തത് സമ്മർദ്ദത്തെ എങ്ങനെ കൈകാര്യം, എല്ലാവരും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. അതായിരിക്കും തരുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സ്ട്രെസ് മാനേജ്മെൻറ്റ് അല്ല. സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യണം, അത് ഇൻട്രാക്ഷൻ്റെ സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഒബ്സ്റ്റക്കിൾസിൽ നിന്നും എനർജി, ഊർജം സംഭരിച്ചെടുക്കുക. അതെല്ലാം അവസരങ്ങളായിട്ട് നമ്മളതിനെ കാണുക. അസൂയയെ ഹാൻഡിൽ ചെയ്യുക. ചില സക്സസ്സിന് ഒരു ചുവട് മതി, ചിലതിന് അനേകം ചുവടുകൾ, ചിലപ്പോൾ 1000 ചുവടുകൾ ആവശ്യമായി വന്നേക്കാം. നമ്മളെ തന്നെ റിപ്പയർ ചെയ്യുക. നേരാവണ്ണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചെടുക്കുക. മൈൻഡ്ഫുൾ ആകുക. എന്താണ് മൈൻഡ്ഫുൾ ആകുന്നത്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മുടെ മനസ്സും ചിന്തയും അതിൽ ആകുക. ഇന്നിൽ ജീവിക്കാൻ പഠിക്കുക. പ്രസൻറ്റിൽ ജീവിക്കാൻ പഠിക്കുക. പാസ്റ്റിൽ വന്ന അബദ്ധങ്ങൾ, പാസ്റ്റിൽ വന്ന നഷ്ടങ്ങൾ അതിൽ ഖേദിച്ച് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാകുലരായി ഇന്നത്തെ സന്തോഷത്തെ തച്ചുടച്ച് കളയാതെ മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുക. നല്ല കണക്ഷൻസ് നേടുക. സഹായങ്ങൾ ചോദിക്കാം, പക്ഷേ അത് കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും ആ കണക്ഷൻ നിലനിർത്താനുള്ള ഒരു മര്യാദ നമ്മൾ കാണിക്കുക. ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് കൾച്ചർ, നമ്മൾ വിചാരിക്കും നമുക്ക് സ്വയമായിട്ടെല്ലാം ചെയ്യാമെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് കൾച്ചർ, മറ്റുള്ളവരെ ആശ്രയിച്ച് നമ്മളെ കൊണ്ട് പറ്റാത്തത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാനുള്ള ഒരു കൾച്ചറും ഉണ്ടാക്കി എടുക്കുക. അടുത്തത്, ഒരു പടി പിന്നോട്ട് വയ്ക്കുക. പുലി എങ്ങനെയാണ് ചെയ്യുന്നത്? കുതിക്കുന്നതിന് മുമ്പേ ഒരു പടി പിന്നോട്ട് വയ്ക്കും. പുലി പതുങ്ങുന്നത് കുതിക്കാനാണ് എന്നുള്ളൊരു ഫേമസ് ഡയലോഗില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ്, തോൽവി വരുമ്പോൾ ഒരു പടി പുറകോട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ അനലൈസ് ചെയ്യുക. എന്തു പറ്റിയതാണ്, എവിടെയാണ് നമുക്ക് പാളിച്ച വന്നത്, എവിടെയാണ് നമ്മൾ സ്വയം കറക്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്ത് പോകുക. നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുക. വിഷമവും സങ്കടവും കോപവും ഒക്കെ വരും, മാനുഷികമാണ്. അതിനെ കൈകാര്യം ചെയ്ത് തന്നെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പഠിക്കുക. നമ്മളെ തന്നെ ശോധന ചെയ്ത് കറക്ഷൻസ് നടത്തി മുന്നോട്ട് പോകാനായിട്ട് പഠിക്കുക. അടുത്തത്, ജീവിതത്തെ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുക. വാല്യൂസിനെ മുറുകെ പിടിക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുക. അഡ്വേഴ്സ് സിറ്റുവേഷൻസ് വരുമ്പോൾ അത് നമ്മളെ സഹായിക്കും. തീർച്ചയായിട്ടും നമ്മുടെ വാല്യൂസിനെ മുറുകെ പിടിച്ചാൽ നമ്മുടെ നോളജ്, മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ്, നമ്മുടെ എക്സ്പീരിയൻസ്, മറ്റുള്ളവർ പകർന്നു തന്നത്, ഇതെല്ലാം തന്നെ ഒരുമിച്ച് സമയക്ലിപ്തയോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഒരു പ്രധാന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതെല്ലാം ഒറ്റ ദിവസം അല്ല ചെയ്യേണ്ടത്, കണ്ടിന്യൂസ് ആയിരിക്കണം.
നമ്മൾ എത്ര കാലം അധ്വാനിക്കുന്നുവോ അത്രയും കാലം നമുക്കതിന് റിസൾട്ട് ഉണ്ടാവും. ഇറ്റ് ഹാസ് ടു ബി കണ്ടിന്യൂസ്. ഇനി ഇത് ആരുടെ അതാണെന്ന് പറയാമോ? ഡോണ്ട് ടേക്ക് റെസ്റ്റ് ആഫ്റ്റർ യുവർ ഫസ്റ്റ് വിക്ടറി ബിക്കോസ് ഇഫ് യു ഫോൾ ഇൻ സെക്കൻഡ് മോർ ലിപ്സ് ആർ വെയിറ്റിംഗ് ടു സേ ദാറ്റ് യുവർ ഫസ്റ്റ് വിക്ടറി വാസ് ജസ്റ്റ് ലക്ക്. നമ്മുടെ ആദ്യത്തെ വിജയത്തിന് ശേഷം റെസ്റ്റ് എടുക്കാതിരിക്കുക. കാരണം രണ്ടാമത്തെ സമയത്ത് നമ്മൾ വീണുപോയാൽ ഒരുപാട് ചുണ്ടുകൾ കാത്തിരിക്കുന്നുണ്ടാകും. ആദ്യത്തേത് നമ്മുടെ വെറും ലക്കായിരുന്നു, അല്ലാതെ നമ്മുടെ ഹാർഡ്ഷിപ്പ് കൊണ്ട് നേടിയെടുത്തതല്ല, കഴിവ് കൊണ്ട് നേടിയെടുത്തതല്ല എന്ന് പറയാൻ. ഇത് ആരുടെയാണെന്ന് പറയാമോ? APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് കോട്ടാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, സക്സസ് എന്ന് പറയുന്നത് കോയിൻസിഡൻസ് അല്ല, അത് യാദൃശികമായിട്ട് സംഭവിക്കുന്നതല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർഡ് വർക്ക്, അതേപോലെ തന്നെ സാക്രിഫൈസ്, അതേപോലെ തന്നെ കണ്ണുനീര്, പ്രാർത്ഥന, ഇതിൻ്റെ എല്ലാം ഫലമാണ് സക്സസ്. അതിൻ്റെ ഒപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് സ്നേഹവും അതേപോലെ തന്നെ ഡെഡിക്കേഷനും ഉണ്ടാകണം. നമ്മുടെ ചിന്തകളെ റീഫ്രെയിം ചെയ്ത്, നമ്മുടെ ആക്ഷൻസിനെ റീഫ്രെയിം ചെയ്ത്, നമുക്ക് സ്വയമായിട്ടുള്ളൊരു അവെയർനെസ് ഉണ്ടായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതപാത സക്സസ്ഫുൾ ആയിട്ട് മാറും. നമ്മുടെ ജീവിതപാത മറക്കാനായിട്ട്, ലക്ഷ്യപാത മറന്നു പോകാനായിട്ട് ഇടയാവരുത്. ഹൈവേയിലേക്ക് പോകുന്നതിന് മുമ്പേ പലപ്പോഴും ഹമ്പുകൾ ഉണ്ടാകാറുണ്ട് ഇല്ലേ? ഈ ഹമ്പുകൾ വരുമ്പോൾ നമുക്ക് കഷ്ടപ്പാടാണ്. ഈ ഹമ്പുകൾ വരുമ്പോൾ നമ്മുടെ ലക്ഷ്യം മറന്നു പോകാൻ പാടില്ല. അത് വിശാലമായ ഹൈവേയിലേക്ക് എത്തപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ഇടുങ്ങിയ വഴി അല്ലെങ്കിൽ ഇടുങ്ങിയ സ്റ്റോപ്പ് മാത്രമാണ്. ഈ കഷ്ടപ്പാടും അല്ലെങ്കിൽ ഈ പ്രതിസന്ധികളും എല്ലാം താൽക്കാലികമാണ്. അത് വിശാലമായിട്ടുള്ളൊരു ഹൈവേയിലേക്ക് പോകുന്നതിനുള്ള നമ്മുടെ കുതിപ്പിന് മുമ്പുള്ള, നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പുള്ള ഒരു തടസ്സങ്ങൾ മാത്രമാണ്, താൽക്കാലികമായിട്ടുള്ള കാര്യം മാത്രമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. ഓരോ പ്രതിസന്ധിയും ഓരോ കഥയാണ് ശരിക്കും നമുക്കുള്ളത്. ജീവിതത്തിൽ പ്രതിസന്ധി ഇല്ലെങ്കിൽ ജീവിതത്തിൽ കഥയില്ല. അപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ കഥയുള്ളവരായിട്ട് നമ്മൾ തീരുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓരോ കഥയും ഉള്ളവരായി, നിറമുള്ള കഥയുള്ളവരായി നമുക്ക് മാറാം. നന്ദി, നമസ്കാരം. താങ്ക് യു.